So, good evening. നമ്മുടെ പവർ പോയിന്റ് വർക്ക്ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ് സാർ. യെസ്. അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പവർ പോയിന്റ് എങ്ങനെ ഉപയോഗിക്കാം. ഒരു ട്രെയിനർ എന്ന നിലയിൽ പറയുമ്പോൾ പവർ പോയിന്റ് ഏറ്റവും അത്യാവശ്യം. കാരണം നമുക്ക് വിഷ്വലായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് നമ്മുടെ ക്ലയന്റിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയമായിട്ടാണ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ രീതിയിൽ പവർ പോയിന്റ് പഠിക്കണമോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായേക്കാം. ChatGPTയും അതുപോലെ ഇഷ്ടംപോലെ ആപ്പുകളൊക്കെ ഉള്ള സമയത്ത് ഇത്ര സ്ട്രെയിൻ എടുത്ത് ഇതുപോലെ PPT പഠിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചത് നടന്നു തന്നെയാണ് അല്ലേ. അപ്പൊ നടന്ന് പഠിച്ച് അതിന്റെ ആ മുഖത്ത് മനസ്സിലാക്കുമ്പോഴാണ് അടുത്ത ഒരു റേഞ്ചിലേക്ക് ചെല്ലുമ്പോൾ എത്ര ഈസിയാണ്. നമ്മുടെ ഹാർഡ് വർക്കിന് പകരം ഒരു സ്മാർട്ട് വർക്കിന്റെ ഓപ്ഷനിലേക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ChatGPT അല്ലെങ്കിൽ മറ്റ് ആപ്പുകൾ ഉപയോഗിച്ച് PPT ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി ഉത്കൃഷ്ടമായിട്ട് തന്നെ നമുക്ക് PPT ഈ രീതിയിൽ ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു PPT ഉണ്ടാക്കണമെങ്കിൽ മാത്രം നമുക്ക് അത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ മെത്തേഡ് തന്നെയായിരിക്കും കൂടുതൽ. പക്ഷെ അതിനകത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ പറയുന്ന ChatGPT പോലുള്ള ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിനെ മോഡിഫൈ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം ഒത്തിരി കുറയ്ക്കാൻ പറ്റും, നമ്മുടെ സ്കില്ല് കൂട്ടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമുക്ക് അതിലേക്ക് പോകാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. വളരെ കുറച്ച് സമയമുള്ളൂ, എങ്കിലും ആ സമയത്ത് ഏറ്റവും കുറച്ച് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ PPT എന്താണെന്ന് വളരെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയണം എന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ ഇനി ഏതെങ്കിലും കാരണവശാൽ എന്റെ ധൃതി കൊണ്ടോ നിങ്ങൾക്ക് അത് കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ പ്രശ്നം ഉണ്ടായാലും പേടിക്കാനില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നല്ല മനോഹരമായ PPT ഉണ്ടാക്കാൻ പറ്റുന്ന വ്യക്തികളായി മാറണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് അതിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടക്കും. പക്ഷെ ആദ്യമായിട്ട് നമ്മള് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള പരിജ്ഞാനക്കുറവാണ് പലപ്പോഴും നമുക്ക് PPTയിൽ നിന്ന് നമ്മൾ ഒടിച്ചോടാനുള്ള ഒരു കാരണം. അല്ലാതെ തന്നെ സുഖകരമായി നമ്മുടെ ശോഭന മാമൊക്കെ എന്താ പറയുന്നത് ട്രെയിനിങ് ഒക്കെ എടുത്ത് പുരസ്കാരം മേടിക്കുന്ന പോലെ ഒരു PPTയുടെ സഹായമില്ലാതെ വളരെ PPT എടുത്തുകൊണ്ട് ഇല്ലെന്നല്ല, എങ്കിലും മനോഹരമായി പറയാൻ അറിയാവുന്ന ഒത്തിരി പേരോടെയുണ്ട്. എങ്കിലും അതിന് ഒരു എക്സ്ട്രാ ഒരു ഗിഫ്റ്റഡ് പാർട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സ് ഞാനൊന്ന് പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ക്രീൻ കാണാലോ അല്ലെ? കാണാം സർ. ഓക്കെ. പ്രധാനമായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ PPTയുടെ ആ പവർ പോയിന്റ് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ നമ്മുടെ ടാസ്ക് ബാറിൽ ഉണ്ടോ? നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ടാസ്ക് ബാറിൽ ഉണ്ടോ എന്ന്. PPT എപ്പോഴും ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഡെസ്ക്ടോപ്പിൽ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് PPT, പ്രത്യേകിച്ച് നമ്മളൊരു ഓൺലൈനിൽ ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സൂം വെച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും അതിന്റെ കൂടെ നമ്മൾ PPT എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇപ്പോഴും പിൻ ചെയ്ത് വെക്കും. ഇത് മാത്രമല്ല, നമ്മളെ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാം ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാനുള്ള സംവിധാനമുണ്ട്. PPT ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെക്കുക. രണ്ടാമത്, എങ്ങനെയാണ് PPT സേവ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ പൊതുവേ സേവ് ചെയ്യുന്ന എല്ലാം ഡെസ്ക്ടോപ്പിലാണ്. ഡേറ്റ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചാൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും കാരണം വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിന് സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും എറർ വന്നു, OS കറപ്റ്റഡ് ആയാൽ C ഡ്രൈവ് മുഴുവനായിട്ട് പോകും, നമ്മുടെ PPTകളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും D ഡ്രൈവിലോ E ഡ്രൈവിലോ ആണ് സാധാരണ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടും ആ ഡ്രൈവിൽ നിന്ന് ഡെസ്ക്ടോപ്പിലേക്ക് നമുക്കൊരു ഷോർട്ട് കട്ട്, ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ ഷോർട്ട് കട്ട് കൂടെ ക്രിയേറ്റ് ചെയ്താൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഈ ഡേറ്റാസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഓട്ടോ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓട്ടോ സേവ് ഓപ്ഷൻ മറ്റൊന്നുമല്ല, എവരി 10 മിനിറ്റിൽ ഹലോ
ഹലോ ഹലോ കേക്കാവോ? വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം. നോർമലി എവറി 10 മിനിറ്റ്സിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. പക്ഷെ നമ്മളുടെ ആ പരിചയക്കുറവ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ചിലപ്പം വളരെ പ്രധാനപ്പെട്ട ഒത്തിരി സമയം എടുത്ത് ചെയ്ത ഒരു വർക്ക് ആയിരിക്കും, അത് ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. ഓട്ടോ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് എവറി 5 മിനിറ്റ്സോ 2 മിനിറ്റ്സോ 3 മിനിറ്റ്സോ ഒക്കെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ 3 ഓപ്ഷൻസ് ചെയ്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ അല്ലെങ്കിൽ നാളെ ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് പവർ പോയിന്റ് ഡിസൈൻ എന്ന് പറഞ്ഞ ഇതിലേക്ക് പോകും. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് PPT. PPT ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടാസ്ക് ബാറിലുള്ള PPT ഒന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ആയിട്ട് പവർ പോയിന്റിന്റെ ആ സിമ്പിൾ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ അങ്ങനെ പോകും. നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതിൽ നമ്മൾ ന്യൂ, ഇവിടെ നമ്മൾ ഫയൽ എടുത്ത് ന്യൂ എന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്രീൻ ആയിരിക്കും വരുന്നത്. പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറി വരുമ്പോൾ തന്നെ ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് ആൻഡ് റീസെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സ്, ഇൻസ്റ്റാൾഡ് തീംസ്, മൈ ടെംപ്ലേറ്റ്സ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ കേസിൽ ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ബ്ലാങ്ക് റെപ്രസെന്റേഷൻ അത് ഓൾറെഡി ഹൈലൈറ്റഡ് ആണ്. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ താഴെയുള്ള ക്രിയേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ PPT, ആ ബ്ലാങ്ക് PPT ഇതുപോലെ കടന്നു. ഇതാണ് നോർമലി ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇനി ഈ പ്രോസസ്സിന് പകരം വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പഴയ പോലെ തന്നെ ന്യൂ എടുത്ത് വരുമ്പോൾ ബ്ലാങ്ക് ഓർ റീസെന്റിന്റെ താഴെയായിട്ട് ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സ്ക്രീനിൽ കാണാമല്ലോ അല്ലെ? കാണാമല്ലോ. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ്ടൈറ്റിൽ. ഓപ്പൺ ചെയ്യാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? നമ്മൾ ആ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ആ ടാസ്ക് ബാറിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ആ ഐക്കണിനെ 2 പ്രാവശ്യം ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. 2 പ്രാവശ്യം ഒന്നിച്ച് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വരും. സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ ഇതുപോലെ ഒരു ന്യൂ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ സ്ക്രീനിലേക്ക് ആയിരിക്കും വരുന്നത്. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴേ അടുത്ത PPT, അതായത് അടുത്ത സ്ലൈഡ് വരുന്നത് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ്ടൈറ്റിൽ, അതാ വരുന്നത്. ഇതുപോലെയുള്ള സാർ ഒരു സ്റ്റെപ്പ് കയറിപ്പോയി, അതുകൊണ്ടാണ് ഒരു സ്റ്റെപ്പ്. സാർ ആദ്യം വീണ്ടും ഒന്നും കൂടെ ആ ഫയൽ എന്ന് പറയുന്നത് ഞാൻ കഴ്സർ വെച്ചിരിക്കുന്നുണ്ടോ, ഫയൽ എന്ന് എടുത്തിട്ട് ന്യൂ എടുക്കും. ഫയൽ എന്ന് പറയുന്ന ആ ഒരു ഇത് വന്നിട്ട് ന്യൂ പ്രസന്റേഷൻ എന്നുള്ളത് എടുത്ത് ഫയൽ എന്ന് പറയുന്നതിന്റെ അകത്ത് ഇൻസേർട്ട് കണ്ടോ, ഫയൽ എന്നുള്ളടത്ത് ന്യൂ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ് വന്നോ? കാണുന്നില്ല? ലെഫ്റ്റ് സൈഡിന്റെ ടോപ്പ് കോർണറിലാണ് ഒരു സിമ്പിൾ കാണാം. ആ സിമ്പിളില് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ ലെഫ്റ്റ് സൈഡ് കോർണറിൽ സേവിന് അവിടെ വരുമ്പോൾ ന്യൂ പ്രസന്റേഷൻ പറഞ്ഞു വരും. ക്ലിയർ ആയോ? ഓക്കെ. ആ പ്രസന്റേഷനിൽ നമ്മൾ ബ്ലാങ്ക് ആൻഡ് റീസെന്റ് ഇൻസ്റ്റാൾ ടെംപ്ലേറ്റ്, ഇൻസ്റ്റാൾഡ് തീംസ് ഇങ്ങനെ വരും. ഇപ്പൊ ഓൾറെഡി കുറെ തീംസും കുറെ ടെംപ്ലേറ്റ്സും നമ്മൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പുതിയ ടെംപ്ലേറ്റ് പോകാം. ഉദാഹരണം ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബ്ലാങ്ക് ആയിരിക്കും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ക്രിയേറ്റ് ബട്ടൺ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ സാർ പറഞ്ഞതുപോലുള്ള ഇതുപോലുള്ള ഒരു സ്ക്രീനിലേക്ക് വരും. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്ന് പറയുന്ന 2 എനിക്കത് എടുക്കുമ്പോഴേ അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. അത് അങ്ങനെയാണ്, സ്ക്രീനിൽ അങ്ങനെയാണ് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുന്നത് കുഴപ്പമില്ല. അങ്ങനെ വന്നോട്ടെ, അങ്ങനെ വന്നാലും കുഴപ്പമില്ല. അങ്ങനെ വന്നാലും ഇതുപോലെ വരും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി രണ്ടാമതൊന്നും എടുത്തു മാത്രമേ.
അപ്പൊ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ ഈ പറയുന്ന ഫോമിലേക്ക് വരും. ഇതില് ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ 2 ടെക്സ്റ്റ് ബോക്സുകളാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടെ എന്ത് ടൈപ്പ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നു പവർ പോയിന്റ് പ്രസന്റേഷൻ. പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഇതിട്ടു. അത് ഞാൻ അവിടെ പ്രസന്റേഷൻ നമ്പർ 1 എന്ന് കൂടി ഇട്ടിട്ടുണ്ട്. താഴെ കാണുന്ന അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 4 പിന്ന് പോലെ ഒരു ഫോർക്ക് പോലത്തെ ഇത് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ അതങ്ങ് പൊക്കോളൂ. നമുക്ക് ഒരെണ്ണം മതി. ക്ലിയർ ആയല്ലോ? അത് സെലക്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ആ ഔട്ടറിലുള്ള ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഫോർക്ക് പോലെ 4 ലൈൻസ് വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നീക്കാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ആ അങ്ങ് പൊക്കോളൂ. അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണുന്ന രീതി. ഇതാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ 1. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ പേജ് വന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ സെക്കൻഡ് പേജിലേക്ക് പോവാണ്. സെക്കൻഡ് പേജ് ഉണ്ടാക്കാൻ ലെഫ്റ്റ് സൈഡില് സ്ലൈഡ്സ് 1 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കാണാം. അതില് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, ന്യൂ സ്ലൈഡ് ഉണ്ട്. ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട പോലെ 2 ബോക്സ് ഉള്ള ലെറ്റർ ബോക്സ് ഉള്ള ഒരു സ്ക്രീൻ വരും. ഇതുപോലെ വരും. ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതല്ല, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അത് വേണമെങ്കിൽ പ്രസ് ചെയ്ത് ന്യൂ സ്ലൈഡ് എടുത്തിട്ട് ഡിലീറ്റ് അതുമേ പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുത്താൽ അതങ്ങ് ഡിലീറ്റ് ആയി. ഡിലീറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഇല്ലെങ്കിൽ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ. ഏത് സ്ലൈഡാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡിലീറ്റ് സ്ലൈഡ് കൊടുത്താൽ ഡിലീറ്റ് ആയി പോകുള്ളൂ. ഇനി ആദ്യത്തെ സ്ലൈഡേ പോകുള്ളൂ. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ന്യൂ സ്ലൈഡ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഉണ്ടാക്കാം. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഉണ്ടാക്കി ഇതുപോലെ വരും. ഇതിന്റെ രണ്ടാമത്തെ സ്ലൈഡിന്റെ പ്രസന്റേഷൻ നമ്പർ 2 എന്നാണ്. സോ രണ്ടാമത്തെ സ്ലൈഡ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമതൊരു സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കുക. സ്ലൈഡ് നമ്പർ 3 എന്നാണ്. 3 സ്ലൈഡ് നമ്മൾ ഉണ്ടാക്കി. ക്ലിയർ ആയല്ലോ? എന്നോട് ഞാൻ പറയണോ ആദ്യം പോലെ? സർ ഒന്നുകൂടി പറയോ? ക്ലിയർ ആയില്ല. ശരി, ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലി വരുന്നത് ന്യൂ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. അവിടെ ന്യൂ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡയറക്റ്റ് വരുന്ന പോലെ ഇങ്ങനെയായിരിക്കും വരുന്നത്. ന്യൂ പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നാണ്. ഇതിൽ രണ്ടാമത്തെ ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിലിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ചുറ്റും ഒരു ലൈൻ വരും, ഡോട്ടഡ് ലൈൻ വരും. അതിൽ ഒന്ന് ആ ലൈനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ആയി. ഇതുപോലത്തെ ആദ്യത്തെയും കളയാം. ഇനി അപ്പോൾ ഉള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ആ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളത് പോകും. എന്നിട്ട് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. അവിടെ നമ്മൾ പവർ പോയിന്റ് ക്ലിക്ക് ടു അത് വരുന്നില്ല. ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിലേ അത് പോകുന്നില്ല. അത് ഡിലീറ്റ് ബട്ടൺ വരുന്നില്ലല്ലോ സാറേ. അല്ല, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് മാറുന്നുണ്ടോ? വന്നിട്ട് ക്ലിക്ക് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ആ ലൈനില് ഒരു ഫോർക്ക് പോലത്തെ ഇത് കണ്ടോ? അതിന് എന്നാ പറയുന്നത്? കുരിശിന്റെ ആകൃതി അല്ലേ? അതെ, അങ്ങനെയുള്ള അവസ്ഥയിൽ ഡിലീറ്റ് കൊടുത്താൽ അത് ഡിലീറ്റ് ആയി പോകും. വേറെ എവിടെ വെച്ച് ചെയ്താലും ഡിലീറ്റ് ആകും. അത് ശരിയായോ? ശരിയായി. കുരിശ് വന്നില്ലായിരുന്നു. കുരിശ് അത് വരണം. യെസ്. അപ്പൊ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു എന്താണോ എഴുതാനുള്ളത് അവിടെ എഴുതും. പവർ പോയിന്റ് 1. ക്ലിയർ ആയി. ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. സെക്കൻഡ് സ്ലൈഡ് ഉണ്ടാക്കാൻ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. അതിനു വേണ്ടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കുക. പവർ പോയിന്റ് 1 തന്നെ വരും. അത് സെലക്ട് ചെയ്തിട്ട് 1 എന്നുള്ളത് 2 എന്നാണ്. നിങ്ങൾ കൂടെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? പവർ പോയിന്റ് 1 മൗസിന്റെ ആ കഴ്സർ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
മനസ്സിലായോ? മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യും. മൗസ് ഉപയോഗിക്കുന്നുണ്ടോ അതോ ലാപ്ടോപ്പ് ആണോ? മൗസ് PowerPoint ഇല്ലാതെ one നോക്കൂ സാറേ. ലാപ്ടോപ്പ് ആണ്. മൗസ് ഇല്ലാതെ. ലാപ്ടോപ്പാ സാറേ. ലാപ്ടോപ്പിൽ മൗസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് ഈ പവർ പോയിന്റ് അടിക്കുമ്പോഴേ ആ രണ്ട് തിരിക്കുന്ന ഒരു ലൈൻ വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. നമ്മൾ ആ പവർ പോയിന്റ് സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ക്ലിക്ക് ടു സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് വന്ന അതിനകത്ത് ചെറിയ ഡോട്ട് പോലെ വരുന്നുണ്ടല്ലോ, അവിടെ ആ പവർ പോയിന്റ് എന്ന് എഴുതി കാണിക്കണം. അങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ, അതിനെന്ത് ചെയ്യണം? ഇപ്പൊ രണ്ടെണ്ണം വരുന്നില്ല പവർ പോയിന്റ്. അല്ല ചോദിച്ചത്, ഇപ്പൊ സ്ക്രീൻ ഇതുപോലെയാണോ ഇരിക്കുന്നത്? ഇതുപോലെയാണോ ഇപ്പൊ സ്ക്രീൻ ഇരിക്കുന്നത്? ഇങ്ങനെയാണോ ഇപ്പൊ ഇരിക്കുന്നത്? അങ്ങനെ ഇത് കഴിഞ്ഞു. ഇപ്പൊ ഞാനത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തായിരുന്നു സാറ് പറഞ്ഞ പോലെ. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ മാറി. ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ ആണ് ഇപ്പോൾ ഉള്ളത് അതെ അല്ലെ? ഓക്കെ, അതില്ല, അത് മാറി. ഞാൻ സാറിനെ കാണിക്കാം. ഒന്നുമില്ല ഇപ്പൊ ഒന്നുമില്ല. ആ സ്ക്രീനിൽ ഒന്നുമില്ലേ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ ഒന്നുമില്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ ഒന്ന് പോകും. ലെഫ്റ്റ് സൈഡ് കോർണറിൽ ടോപ്പ് കോർണറിൽ പോയിട്ട് വീണ്ടും ഒന്നും കൂടെ ന്യൂ എടുത്ത് ന്യൂ. ഫയലിലാണോ? ആ ഫയലിന്റെ ന്യൂ എടുക്കും. ഫയലിൽ ന്യൂ എടുക്കും. ന്യൂ എടുത്തു. ന്യൂ എടുത്തിട്ട് ബ്ലാങ്ക് പ്രസന്റേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്രിയേറ്റ് ബ്ലാങ്ക് പ്രസന്റേഷൻ കിട്ടി. ക്ലിയർ ആയി. ഓക്കെ, ഇനി അതിന്റെ താഴത്തെ ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ ഡിലീറ്റ് ചെയ്യാം. അത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഈ കുരിശ് പോലെ വരുമ്പം ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ. ഡിലീറ്റ് മതി. ഓക്കെ, ചെയ്തോ? സാറേ നമ്മളെ ഒരു സംശയം. നമ്മൾ ഈ പവർ പോയിന്റിൽ മറ്റേ ക്ലിക്ക് ടു ആഡ് സബ്ടൈറ്റിൽസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ വർക്ക് സ്പേസ് നമ്മളത് ഡിലീറ്റ്, ആ ഹോൾ സ്പേസ് നമുക്ക് കിട്ടൂലേ? വർക്ക് ഏരിയ കംപ്ലീറ്റ് കിട്ടുമോ? സാർ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിലിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചതുരം വരും ചുറ്റും. അതെ, അത് ഡിലീറ്റ്, ആ ഭാഗം ഡിലീറ്റ് ചെയ്തു. പിന്നെന്താ? അല്ല, നമുക്ക് ആ വർക്ക് ഏരിയ ഉണ്ടാവില്ല, 2 സെക്ഷൻ ആയിട്ടല്ലേ വന്നത്. ഒരു സെക്ഷൻ പൊക്കോട്ടെ, ഒരു സെക്ഷൻ മതി ഇപ്പൊ തൽക്കാലം. അപ്പൊ മറ്റത് മതി, ഒരു സെക്ഷൻ മതി അല്ലേ? ഇപ്പൊ ഒരെണ്ണം മതി. ഞാൻ പറഞ്ഞു വരുത്താനുള്ള എളുപ്പത്തിനാ പറഞ്ഞു. ഓക്കെ, അവിടെ നമ്മൾ പവർ പോയിന്റ് അടിക്കുക. പവർ പോയിന്റ് 1 അടിക്കുന്നു. വീണ്ടും നമ്മൾ ഇനി രണ്ടാമത് ചെയ്യേണ്ടതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇപ്പോൾ ഉള്ള പവർ പോയിന്റ് 1 റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇത് വരും. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പവർ പോയിന്റ് 2 എന്ന് എഴുതി. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഒന്നും കൂടി എടുത്തപ്പോൾ പവർ പോയിന്റ്. ഇപ്പൊ 3 സ്ലൈഡുകൾ നമ്മൾ ഉണ്ടാക്കി. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സാർ, ആ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് മനസ്സിലായിട്ടില്ല. അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. പവർ പോയിന്റ് 1 ഉണ്ടോ? പവർ പോയിന്റ് 1 കണ്ടോ? അതിന്റെ അവിടെ കൊണ്ട് മൗസ് വെക്കുക. നടുക്കല്ല, ലെഫ്റ്റ് സൈഡില് 1 എന്ന സ്ലൈഡ് 1 എന്നുള്ളടത്ത് മൗസ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യും. നടുക്കല്ല ലെഫ്റ്റ് സൈഡില് ഇടതുവശത്തായിട്ട് പവർ പോയിന്റ് 1 എന്നുള്ളടത്ത്. എന്നെ കാണാൻ സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. മൗസിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കണ്ടോ? അപ്പം ക്ലിയർ ആയി. ഇപ്പൊ 3 സ്ലൈഡ് ഇതുപോലെ. മൗസ് ഇല്ലെങ്കിൽ ലാപ്ടോപ്പ് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ മൗസ് താഴെ ലാപ്ടോപ്പിന്റെ റൈറ്റ് സൈഡിലായിട്ട് മൗസിന്റെ ഓപ്ഷൻ ഉണ്ട്. ഏതായാലും മനസ്സിലായി, ഒരു പ്ലാറ്റ്ഫോം പോലെ ഇല്ലേ ചെറുത്, അതിന്റെ കോർണർ ആണ് മൗസിന്റെ റൈറ്റ്. മനസ്സിലായോ? അതിന്റെ റൈറ്റ് സൈഡിലുള്ള താഴത്തെ കോർണർ ആണ് മൗസിന്റെ റൈറ്റ് ക്ലിക്ക്. ക്ലിയർ ആയോ? നമ്മൾ 2, 3 ഒക്കെ മാറ്റുന്നത് ഏതായിരുന്നു? ഈ 2, 3 ഉണ്ടല്ലോ, അത് എവിടെയാ മാറ്റുന്നത്? പവർ പോയിന്റ് 1 എന്ന് കണ്ടോ? 1 കണ്ടു, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. അപ്പൊ 2 എഴുതിയോ? അത് ഡ്യൂപ്ലിക്കേറ്റ്, അത് ആ ഇടത്ത് ലെഫ്റ്റ് വരുന്നുണ്ട്. 2, 3 വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡ്. അത് വന്നു. ഇതിനകത്ത് പവർ പോയിന്റ് 1 തന്നെയാണ് വരുന്നത്. 1 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ. അതെ, അപ്പൊ ആ പവർ പോയിന്റ് 1 എന്നുള്ളത് 2-ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ പവർ പോയിന്റ് 1 എന്നുള്ളത് എഡിറ്റ് ചെയ്ത് 2 ആക്കണം. ഇതുപോലെ ഒന്നുകൂടെ നോക്കൂ, എന്നെ നോക്കൂ, ഞാൻ ചെയ്യുന്ന നോക്കൂ. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, കണ്ടോ? കണ്ടു. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന്മേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
അതിന്റെ റൈറ്റ് സൈഡില് അല്ലെങ്കിൽ നടുക്ക് കാണുന്നതിലേക്കാണ് കൺട്രോൾ വരുന്നത്. അവിടെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്യും, ആ പവർ പോയിന്റ് എഴുതിയെടുത്ത് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആ 1 മാറ്റി 2 എഴുതും കേട്ടോ. ആ ലെഫ്റ്റ് സൈഡിൽ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു അതിന്റെ ടൈറ്റിൽ പോയിന്റ് മാത്രമേ ഉള്ളൂ, സ്ലൈഡിന്റെ പോയിന്റ്. ഇനി ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, വീണ്ടും ഏത് സ്ലൈഡാണ് സെലക്ട് ചെയ്യുന്നത് കാണുമ്പോൾ അറിയാതെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ഹൈലൈറ്റഡ് ആണ്. പവർ പോയിന്റ് 2 തന്നെയാണ് അവിടെ വരുന്നത്. അവിടെ ഞാൻ 2 എന്നുള്ളത് 3 എന്നാക്കും. ക്ലിയർ ആയല്ലോ? യെസ്. ഇതുവരെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. എവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ. ലാപ്ടോപ്പ് മൗസ് ഉപയോഗിക്കുന്ന കാര്യം ശരിയായോ? ശരിയായി സാർ, ശരിയായി. വെരി ഗുഡ്. അപ്പൊ എല്ലാം ചെയ്തു. സാറേ, പവർ പോയിന്റ് പ്രസന്റേഷനെ ആദ്യത്തേല് എഴുതിയിട്ടു, രണ്ടാമത്തതിൽ അത് വരുന്നില്ലല്ലോ. പവർ പോയിന്റ് പ്രസന്റേഷൻ എഴുതി, രണ്ടാമത്തതില് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തോ? ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അത് സെലക്ട് ചെയ്തിട്ട് നടുക്ക് പവർ പോയിന്റ് എഴുതിയിട്ട് പോയി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു ചതുരം വരും. കണ്ടോ? അപ്പൊ കണ്ടോ ചതുരം? അല്ല, പവർ പോയിന്റ് ഇല്ല. പവർ പോയിന്റ് എഴുതിയത് ഇപ്പൊ കാണുന്നില്ല. കാണുന്നില്ലെങ്കിൽ രണ്ടാമത്തത് അങ്ങ് ഡിലീറ്റ് ചെയ്യൂ, 2, 3 അങ്ങ് ഡിലീറ്റ് ചെയ്യൂ. എന്നിട്ട് പവർ പോയിന്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. എന്ന് വെച്ചാൽ 3ന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ അത് ഡിലീറ്റ് ആയി. പവർ പോയിന്റ് 2ന്റെ അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക, മഞ്ഞ കളർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഡിലീറ്റ് കൊടുത്താൽ അതും പോകും. പോയില്ലല്ലോ, പോയി. ഇതിപ്പോ 1 മാത്രമാണ്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ്. അതിനെ വീണ്ടും 2 നാക്കുക, 3 നാക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്ലൈഡ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്ര പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ആർക്കും സംശയമില്ലല്ലോ? സർ, ആ പവർ പോയിന്റ് 2 എടുക്കുമ്പോ അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് പിന്നെ 3 ആക്കാൻ നോക്കുമ്പോഴത് വരുന്നില്ലല്ലോ. അത് 3 മാറ്റാൻ പറ്റുന്നില്ലല്ലോ. പവർ പോയിന്റ് 3 വന്നോ? പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 ലെഫ്റ്റ് സൈഡിൽ വന്നോ? 3 ലെഫ്റ്റ് സൈഡിൽ വന്നു. പക്ഷെ അത് നടുവിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് അതിനെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. നടുവിൽ മാറ്റണ്ട. പവർ പോയിന്റ് 3യുടെ ആ ഭാഗം മഞ്ഞ കളറിൽ നിൽക്കുവാണെങ്കിൽ പവർ പോയിന്റ് 2 എന്നുള്ള അവിടെ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചതുരം വരും ചുറ്റും. വന്നോ? ചതുരം വരുന്നില്ല സർ. അതെ, ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യുക. 3 അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. 3 എന്നുള്ളത് അങ്ങ് ഡിലീറ്റ് ചെയ്യൂ. 3 ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യും. എന്നിട്ട് ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. ഇപ്പൊ പവർ പോയിന്റ് 2 വരും. അതിനെ ഞാൻ 3 ആക്കി മാറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, മുന്നോട്ട് പോട്ടെ. ഇല്ല, അത് ആക്റ്റീവ് ആവുന്നില്ല സർ. അത് പവർ പോയിന്റ് 2 വന്നു, 2ന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, വീണ്ടും 2 തന്നെ വന്നു. പക്ഷെ അത് ആക്റ്റീവ് ആവുന്നില്ല. അത് ഏത് കീ ആണ് പ്രസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് സർ പറയുമോ? അത് ഇതിപ്പോഴും ലെഫ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. പവർ പോയിന്റ് 2 എന്നുള്ളതിന്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് ചുറ്റും ഇതുപോലെ ചതുരം വരും. ചതുരം വരുന്നുണ്ടെങ്കിൽ 3 കൊണ്ട് വെച്ചിട്ട് 3 അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് 4 അല്ലെങ്കിൽ 2 എന്നുള്ളത് 3 ആക്കി. ആ ചതുരം വരുന്നില്ല സർ. ഓക്കെ, ഒക്കെ 2 ഉണ്ടല്ലോ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ശരിയാക്കാം. ശരി, ഫസ്റ്റ് പാർട്ട് നമ്മൾ 3 സ്ലൈഡുകൾ ഉണ്ടാക്കി. ഇനി ഈ സ്ലൈഡുകളെ നമ്മൾ എങ്ങനെ പോപ്പുലേറ്റ് ചെയ്യണം, എങ്ങനെ ചേഞ്ച് ചെയ്യണം നമ്മൾ പഠിക്കാൻ പോകും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്ക്രീനിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഓഫീസ് ബട്ടൺ എന്നോ അല്ലെങ്കിൽ ഫയൽ ബട്ടൺ എന്നൊക്കെ കണ്ടതിന്റെ അകത്ത് അതിന്റെ ഇപ്പുറത്തായിട്ട് ഒരു 4-5 ടാബ് കാണാം. ഹോം എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്, ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, സ്ലൈഡ് ഷോ ഉണ്ട്, റിവ്യൂ ഉണ്ട്, വ്യൂ ഉണ്ട്. ഞാനിപ്പോ 3 ടാബിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഹോമിനെ കുറിച്ച് പറയും, ഇൻസേർട്ടിനെ കുറിച്ച് പറയും, ഡിസൈനെ കുറിച്ച് പറയും. ക്ലിയർ ആണല്ലോ? ഹോം, ഇൻസേർട്ട്, ഡിസൈൻ. ഇതൊരു ടാബ് എന്ന് പറയും. ഹോമിന്റെ താഴോട്ട് ഹോം പ്രസ് ചെയ്യുമ്പോൾ കുറെ സ്ക്രീനിൽ കുറെ കാര്യങ്ങൾ വരും. ഇതിനെല്ലാം റിബൺസ് എന്നാണ് പറയുന്നത്. കാരണം റിബൺ പോലെ കുറെ കാര്യങ്ങൾ എഴുതി ഇങ്ങനെ വരും. നമുക്ക് അതിനെ താഴോട്ട് ഇങ്ങനെ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരും. ഇൻസേർട്ടിന്റെ ഒക്കെ ബാക്കിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റിബൺ പോലെ താഴോട്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ റിബൺ എന്ന് പറയും. മോളിൽ കാണുന്നതിനൊക്കെ ടാബ് എന്ന് പറയും. പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. ടാബ് ഏത് ടാബ് ആണെന്ന് ഓർക്കാം. ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, 3 ടാബ്. ഇനി ഞാൻ ഹോം ടാബില് ശ്രദ്ധിക്കേണ്ട കുറെ പോയിന്റുകളുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം. ABCD
അല്ലെങ്കിൽ ഫോണ്ടുകളൊക്കെ തരുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹോം ടാബിൽ വരുന്നതിന് മുമ്പ് പവർ പോയിന്റ് 1-ൽ പ്രസ് ചെയ്യുക. പവർ പോയിന്റ് 1 എന്നാൽ ഫസ്റ്റ് സ്ലൈഡിൽ പ്രസ് ചെയ്യുക. പവർ പോയിന്റ് 1 എന്ന് പറയുന്ന ഫസ്റ്റ് സ്ലൈഡിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ആ ലെറ്റർ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യണം. ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് മുകളിൽ സെലക്ടഡ് ആവും. സെലക്ട് ആകുമ്പോൾ നോക്കി ഹോം ബട്ടണിന്റെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ സ്ലൈഡ് ഷോയുടെ ഒക്കെ താഴെയായിട്ട് കുറെ ഫോണ്ടുകളുടെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. ഏത് ഫോണ്ട് വേണം നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യണം. ആ ലെറ്റർ സെലക്ട് ചെയ്താൽ മാത്രമേ അത് വരുള്ളൂ. അപ്പം ബ്രോഡ്വേ ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ഷൻ ഡ്രാഗ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് ആ സെലക്ഷൻ അങ്ങ് പോവുക. അത് പ്രാക്ടീസ് കുറവ് കൊണ്ടാണ്. അത് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് 1 വരെ എത്തിയിട്ട് കൈ അങ്ങ് വിടണം. ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് 1ന്റെ അപ്പുറം ചെന്ന് കഴിയുമ്പോൾ കൈ വിടുക. ഒരു പ്രാക്ടീസിന്റെ പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അതിന് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് ആദ്യം കാണുന്നത് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതോടുകൂടി അതിന്റെ ഫോണ്ടിന്റെ സൈസ് ഇഷ്ടമുള്ള സൈസിലേക്ക് നമുക്ക് അതിനെ മാറ്റാം. ഇനി ഇപ്പൊ കാണുന്ന ഫോണ്ട് വലുതാക്കണമെങ്കിൽ ഈ വലിയ എയിൽ പ്രസ് ചെയ്താൽ മതി. ചെറുതാക്കണമെങ്കിൽ ചെറിയ എയിൽ പ്രസ് ചെയ്താൽ മതി. എല്ലാം ഫോണ്ട് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ലെറ്റർ സെലക്ട് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ ബോൾഡ് ആക്കാം. ബി എന്നുള്ള ബോൾഡ് ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ ആക്കാം, സെന്റൻസ് കേസ് ആക്കാം, അപ്പർ കേസ് ആക്കാം, ലോവർ കേസ് ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിന്റെ കളർ മാറ്റാം. ഇതിന്റെ അകത്തുള്ള ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണ്ട് ഏതാ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത്. ഞാൻ എന്റെ പവർ പോയിന്റ് അല്ലേ, എനിക്ക് ഇഷ്ടമുള്ളത്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാകണം. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണ്ട് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇല്ല. അപ്പം അതിനെ നല്ല ഭംഗിയുള്ള ഫോണ്ടാക്കി മാറ്റുക. അത് നമ്മുടെ ഇഷ്ടം. ഏരിയൽ നാരോ, അതുപോലെ തന്നെ അങ്ങനെ കുറെ സ്റ്റാൻഡേർഡ് ഫോണ്ടുകളുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടമാണത്. കാണുന്നവർക്ക് നല്ല ക്ലാരിറ്റി ഉള്ള രീതിയിൽ ഫോണ്ട് ചെയ്യും, ഫോണ്ട് മാറ്റും, നല്ല ഫോണ്ടാക്കി മാറ്റും. അപ്പൊ ഫോണ്ട് മാറാം, ഫോണ്ടിന്റെ സൈസ് മാറ്റാം, വലുതാക്കാം, ചെറുതാക്കാം, ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം. ദെൻ സബ്സ്ക്രിപ്റ്റ് പോലെ റൈറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, പിന്നെ സെന്റൻസ് കേസ് മാറ്റാം, ദെൻ കളർ മാറ്റാം, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിലും ഈ പറയുന്ന സാധനം സെലക്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റിന് നമ്മൾ സെലക്ട് ചെയ്തു. രണ്ടാമത്തെ പവർ പോയിന്റ് സ്ലൈഡ് സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോ ചെയ്ത പോലെ അതിന്റെ കളർ മാറ്റുക, അതുപോലെ തന്നെ അതിനാദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഫോണ്ട് മാറ്റുക, ദെൻ അതിന്റെ സൈസ് റീസെറ്റ് ചെയ്യുക, ദെൻ വലുതാക്കുക, ചെറുതാക്കുക, ബോൾഡ് ആക്കുക, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, കളർ മാറ്റുക. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ പവർ പോയിന്റിന്റെ പാറ്റേൺ നമ്മൾ ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് ഡിസൈൻ നമ്മൾ ചെയ്തു. അതുപോലെ മൂന്നാമത്തെയും ചെയ്യാം. മൂന്നാമത്തെ പവർ പോയിന്റിന്റെ ആ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ പവർ പോയിന്റ് 3 എന്നുള്ളത് നമ്മൾ ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. അതിന്റെ ഇതെല്ലാം മാറ്റി പെട്ടെന്ന് ചെയ്തു. എല്ലാം ചെയ്തില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും കൃത്യമായിട്ട് ചെയ്തു. ഈ ഹോം ബട്ടണിൽ പോയി കഴിഞ്ഞാലാണോ ഫോണ്ട് വരുന്നില്ലല്ലോ, വേറെ ഡിഫറെന്റ് ഫോണ്ട്സ് ഒന്നും വരുന്നില്ലല്ലോ? വരണമെങ്കിൽ അത് സെലക്ടഡ് ആണോ? ഓൾറെഡി സെലക്ടഡ് ആണോ ഇപ്പോഴത്തെ ലെറ്റർ? ഏത് പേജിലാണ് നിൽക്കുന്നത്? ഏത് സ്ലൈഡിലാണ് നിൽക്കുന്നത്? സ്ലൈഡ് രണ്ടാമത്തെ സ്ലൈഡാണ്. രണ്ടാമത്തെ സ്ലൈഡില് പവർ പോയിന്റ് 2 എന്നുള്ളത് സെലക്ടഡ് ആണോ? സെലക്ട് ചെയ്താലേ വരുള്ളൂ. സെലക്ട് ചെയ്താൽ മാത്രമേ വരൂ. സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ബട്ടൺസ് ഒന്നും തെളിഞ്ഞു നിൽക്കും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് സെലക്ടഡ് ആക്കും. ആദ്യം സെലക്ട് ചെയ്യണം. പവർ പോയിന്റ് 2. അപ്പൊ ഈ പ്രോസസ് ഇപ്പൊ നമ്മൾ 3 സ്ലൈഡിലും കറസ്പോണ്ടിങ് ആയിട്ട് ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്യും.
ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, പവർ പോയിന്റ് 1-ൽ ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്തു. ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഒന്നോട് മാറ്റി, അതിന്റെ പവർ പോയിന്റിന്റെ ആ ലെറ്ററിന്റെ ഫോണ്ട് ഒന്ന് മാറ്റി. സൈസ് കറക്റ്റ് ആണ്. എന്നിട്ട് ഞാൻ നടുക്കുള്ള ബട്ടൺ ഉണ്ട്, ലെഫ്റ്റ് എന്താ പറയുന്നത്, ലെഫ്റ്റ് മാർജിൻ, മിഡില്, റൈറ്റ് മാർജിൻ, അങ്ങനെ കുറെ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് സെൻട്രിക് ആയിട്ട് വെക്കാം, സെന്റർ ആക്കി വെക്കാം, റൈറ്റ് ആയിട്ട് വെക്കാം. അതുപോലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. മുകളിലും കുറച്ച് ഓപ്ഷൻ, ബട്ടൺ, പോയിന്റ്, ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം നമ്മൾ ഒറ്റ പോയിന്റ് ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഒന്നിലധികം പോയിന്റ്സ് എഴുതാനുണ്ടെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് എഴുതാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ലെറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് മാറ്റണമെങ്കിൽ വലിപ്പം കൂട്ടിയാം, കുറയ്ക്കാം. ഇങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം ആ ഓപ്ഷൻസിലേക്ക് ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ മിനിമം കാര്യങ്ങൾ മാത്രമാണ്. ഇത്രയും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയാൽ ഇതുപോലെ നമുക്ക് ഏത് കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഹോം ബട്ടൺ ആണ്, ആ ഹോം ടാബിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ഏരിയ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇല്ല, ശരി, ഓക്കെ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻസേർട്ട് ബട്ടണിലേക്ക് പോവാണ്. ഞാൻ പവർ പോയിന്റ് 1 എന്നുള്ളതിന്റെ അടുത്ത ഇൻസേർട്ട് ബട്ടണിലേക്ക് പോവാണ്. ഇൻസേർട്ട് ബട്ടൺ വരുമ്പോൾ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. പിക്ചർ ഉണ്ട്, ക്ലിപ്പ് ആർട്ട് ഉണ്ട്, ഫോട്ടോ ആൽബം, ഷേപ്പുകള്, സ്മാർട്ട് ആർട്ടുകള്, അതുപോലെ ചാർട്ടുകള്, ടെക്സ്റ്റ് ബോക്സ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ല, ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ആയി പോയി. എന്ത് ചെയ്യും? ഇപ്പൊ വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ബോക്സ് അത്യാവശ്യമാണെങ്കിൽ, ഇപ്പൊ ഞാൻ പവർ പോയിന്റിന് ഒരു ടെക്സ്റ്റ് ബോക്സേ ഉള്ളൂ, എനിക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിങ്ങനെ ഡ്രാഗ് ചെയ്താൽ എനിക്കൊരു ടെക്സ്റ്റ് ബോക്സ് കിട്ടും. ഒരു ടെക്സ്റ്റ് ബോക്സും കൂടെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇൻസേർട്ട് ചെയ്യുക, ഇൻസേർട്ട് ടാബ് എടുക്കുക, ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യും. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു ടെക്സ്റ്റ് ബോക്സ്. അതല്ല സ്വല്പം കൂടെ ഭംഗിയുള്ള വേർഡ് ആർട്ട്, ആർട്ടിസ്റ്റിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വേർഡ് ആർട്ട് ഇവിടെ കയറി വരും. ഇവിടെ എനിക്ക് എന്ത് വേണമെങ്കിലും അടിക്കാം. അവിടെ അടിക്കുന്നത് നല്ല ഭംഗിയായി കയറും. ഇതെല്ലാം ടെക്സ്റ്റിനുള്ള ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാ എടുക്കുന്നത്? ടെക്സ്റ്റ് ബോക്സ് എടുക്കാൻ നമ്മൾ ഇൻസേർട്ട് ബട്ടൺ ടാബ് പ്രസ് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസിന്റെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യും. വരുന്നില്ലല്ലോ. ടെക്സ്റ്റ് ബോക്സ് ബട്ടൺ ഉണ്ടോ? ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തോ? ക്ലിക്ക് ചെയ്തു. ടെക്സ്റ്റ് ബോക്സ് ഹൈലൈറ്റഡ് ആവും. എന്നിട്ട് നമ്മൾ മൗസ് എവിടെയാണോ ഡ്രാഗ് കൊണ്ടുവരേണ്ടത് അവിടെ വെച്ച് ലെഫ്റ്റ് ബട്ടൺ മൗസിന്റെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യും. ഡ്രാഗ് ചെയ്യുമ്പോൾ അതുപോലെ ഇനി അത് വലുതാക്കുകയൊക്കെ ചെയ്യാം, വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഇതിന്റെ അകത്ത് എഴുതാം. ഫോണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ, ഫോണ്ട് അതിന്റെ അകത്ത് നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഹോം ബട്ടണിൽ പോയി വലുതാക്കാം ചെറുതാക്കാം ഒക്കെ ചെയ്യാം. അങ്ങനെ ഡ്രാഗ് ചെയ്തതിനു ശേഷം ഈ ടൈപ്പ് എങ്ങനെ, ഈ ഫോണ്ട് എങ്ങനെ അങ്ങനെ മാറുന്നത് എന്ന് മനസ്സിലായില്ല. ഒരു 3D അലൈൻമെന്റ് പോലെ. ഇൻസേർട്ട് കൊടുത്തു, ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു, ഇത് കൊടുത്തു അല്ലെ. ഇനി ഇവിടെ അടിക്കൂ, ചുമ്മാ അങ്ങ് അടിക്കൂ. കണ്ടോ, ടെക്സ്റ്റ് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് അടിച്ചോളൂ, ഡിജിറ്റ് പ്രസ് ചെയ്തു, അവിടെ വന്നോളൂ. കേട്ടോ, ഇനി അത് വലുതാക്കണമെങ്കിൽ സെലക്ട് ചെയ്യണം. ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ട് മാറ്റാം, വലുതാക്കാം, ബോൾഡാക്കാം. ഇൻസേർട്ട് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബോക്സ് വരാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? അങ്ങനെ ഒരു ബോക്സ് ഇവിടെ വരുന്നില്ലല്ലോ. ഇൻസേർട്ട് പ്രസ് ചെയ്തിട്ട് വേറെ എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് പ്രസ് ചെയ്ത് ടെക്സ്റ്റ് ബോക്സിൽ പ്രസ് ചെയ്യണം. അപ്പൊ ടെക്സ്റ്റ് ബോക്സ് മഞ്ഞ കളറിലാവും. കേട്ടോ, സർ ഒന്നുകൂടെ കാണിക്കും. ഇൻസേർട്ട് എടുക്കുക, ടെക്സ്റ്റ് ബോക്സിന്റെ അകത്ത് പ്രസ് ചെയ്യുക, അപ്പൊ മഞ്ഞ കളറാകും. ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഒരു കോളം ഇവിടെ കാണുന്നില്ല. ഇൻസേർട്ടിന്റെ റൈറ്റ് സൈഡില് താഴെയായിട്ട് പിക്ചർ ഉണ്ട്, ക്ലിപ്പ് ആർട്ട് ഉണ്ട്, ചാർട്ട് ഉണ്ട്, സ്മാർട്ട് ചാർട്ട് ഉണ്ട്, ഹൈപ്പർ ലിങ്ക് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, പിന്നെ ടെക്സ്റ്റ് ബോക്സ്, ഹെഡർ, വേർഡ് ആർട്ട് കണ്ടില്ലേ മോളിൽ രണ്ടാമത്തെ. യെസ്, ക്ലിയർ ആയോ?
അപ്പൊ എക്സ്ട്രാ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കുന്ന മെത്തേഡാണത്. ഡിലീറ്റ് ചെയ്യുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെലക്ട് ചെയ്യുക, നമ്മുടെ ആ കുരിശിന്റെ സിംബൽ വരുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോളും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഇതിനകത്ത് ഏകദേശം എല്ലാക്കിയായി. ഇൻസേർട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പഠിക്കാനുണ്ട്, നമുക്ക് നിൽക്കട്ടെ. ഇനി ഞാൻ മൂന്നാമത്തെ ടാബിലേക്ക് പോവാണ്. അപ്പൊ ഹോം ടാബിന്റെ അകത്ത് ലെറ്ററിന്റെ ഫോണ്ടിന്റെ വ്യത്യാസങ്ങളൊക്കെ വരുത്തും. അതിന്റെ അലൈൻമെന്റ് മാറ്റും, വലുതാക്കാം, ചെറുതാക്കാം, കളർ മാറ്റം ഒക്കെ ചെയ്യാം. രണ്ടാമത്തെ ഇൻസേർട്ട് ടാബിന്റെ അകത്ത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ സ്ലൈഡിന്റെ സർഫസിലേക്ക് ആഡ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. പിക്ചറൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ക്ലിപ്പാർട്ട് ഇൻസേർട്ട് ചെയ്യാം. ഷേപ്പുകൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അത് നമ്മൾ പറയാം. ഷേപ്പ് ഇൻസേർട്ട് എടുക്കുക. ഷേപ്പ് എടുക്കുമ്പോൾ അതിന്റെ താഴെ ഒരു ചെറിയ ആരോ താഴോട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറെ ഷേപ്പുകളുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ്. ക്ലിയർ ആയോ? ഒന്നുകൂടെ കാണിക്കാം. ഇൻസേർട്ട് എടുക്കുക, ഷേപ്പുകൾ, ഇഷ്ടംപോലെ ഷേപ്പ് ഉണ്ട്. എനിക്കൊരു ആരോയാ വേണമെങ്കിൽ ഒരു റൈറ്റ് ആരോ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെ എടുത്താൽ റൈറ്റ് ആരോ. അപ്പൊ ആ ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? കളർ മാറ്റാമല്ലോ. കളർ അവിടെ സെലക്ട് ചെയ്തിട്ട് ഹോമിൽ ചെന്നിട്ട് കളർ മാറ്റും. സോറി, ഹോമിലല്ല, ഇൻസേർട്ടില് അതിന്റെ കളർ പൊസിഷൻ ചെയ്യാൻ. അതിനെ ഒന്ന് ആ ആരോയെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ചെറിയൊരു ടാബ് ഇതുപോലെ വരും. അതിന്റെ അകത്ത് മഞ്ഞ കളർ, പല കളറുകളുണ്ട്. കളർ മാറ്റി അറിയില്ല. യെസ്, അതിനകത്ത് ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളില് ഒരു കപ്പിന്റെ പടമാണ്. കപ്പ് തീം കളർ എന്ന് പറഞ്ഞ് കപ്പിന്റെ പടം. മറ്റേതെല്ലാം നമ്മൾ അവിടെ അതിന്റെ മുകളിൽ എഴുതുന്ന ഫോണ്ടുകളുടെ കളർ മാറ്റുന്നതിനുള്ളതാണ് താഴെ കാണുന്നത്. ഇത് കപ്പ് പോലുള്ള ഒരു കപ്പ്. അതിനകത്ത് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കളർ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് സാധനവും ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡിസൈനിലേക്ക് പോവാണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ പ്രത്യേകത, ഇപ്പൊ നമ്മളൊരു ക്രൂഡ് ആയിട്ടുള്ള ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി നമ്മൾ ഇതുപോലെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഡിസൈൻ എടുക്കും. ഡിസൈൻ എടുക്കുമ്പോൾ കുറെ ഡിസൈൻസ് ഇതിന്റെ മുകളിൽ കാണാം, ഡിഫോൾട്ട് ഡിസൈൻസ്. അപ്പൊ ഇത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇങ്ങനെയാ ഇത് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ എഴുതാം. മൂന്നാമത്തെ എഴുതുമ്പോൾ നമ്മുടെ സ്ക്രീൻ മുഴുവൻ ഇങ്ങനെയായിട്ട് മാറും. നാലാമത്തെ എടുത്താൽ ഇങ്ങനെയായി, അഞ്ചാമത്തെ എടുത്താൽ ഇങ്ങനെയായി, 6 ഇങ്ങനെ, 7 ഇങ്ങനെ, നീല എടുത്താൽ ഇതുപോലെ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതിലുള്ള ഡിഫോൾട്ട് സ്ക്രീനിന്റെ ഡിസൈൻ ഉപയോഗിച്ച് നമ്മളുടെ പവർ പോയിന്റിനെ മോഡിഫൈ ചെയ്യും. അപ്പൊ ഇനിഷ്യലി നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിഷ്യലി നമ്മൾ ആ സ്ക്രീൻ കംപ്ലീറ്റ് ഉണ്ടാക്കുക. 5 സ്ലൈഡ് ഉണ്ടെങ്കിൽ 5 സ്ലൈഡ് ഉണ്ടാക്കുക. ആ സ്ലൈഡുകളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഡിസൈനിൽ ചെന്നിട്ട് ഇങ്ങനത്തെ ഡിസൈൻ മാറ്റം ചെയ്യും. ഇനി നമുക്ക് നമ്മളുടേതായ രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു ഡിസൈൻ, നമുക്ക് ഏതാണോ കളർ ഇഷ്ടം, ഇതിനകത്തും കളറൊക്കെ മാറ്റാം. ഇതിന്റെ കളർ മാറ്റുന്നതിനും കുഴപ്പമില്ല. ഇതിന്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കളറിന്റെ പാലറ്റിൽ ക്ലിക്ക് ചെയ്താൽ അവിടെയും കളർ മാറും. ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ വേരിയേഷൻ വരും. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യും. ഏറ്റവും കുറച്ച് മിനിമം സ്ലൈഡിൽ ഡേറ്റ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ. ഒത്തിരി ഡേറ്റാസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നു. ഏറ്റവും മിനിമം ഡേറ്റാസ് വെക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ, ഇതെല്ലാം ഒരു പാറ്റേൺ ആണ്, കുറേ കണ്ടന്റിന്റെ പാറ്റേൺ ആണ്. അത് ഇങ്ങനെ മാറിക്കൊണ്ടേ. അപ്പൊ ഇങ്ങനെയാണ് ഡിസൈൻ. അപ്പൊ നമ്മൾ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ പവർ പോയിന്റ് ഡിസൈൻ ചെയ്തു, നോർമൽ ചെയ്തു. അതിലേക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണ്. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ആദ്യം ഓരോന്നോടെ പറയണം. സാറിന്റെ ബാക്കിലെ ആ ഡിസൈനെ ആദ്യമേ വെക്കണം. എന്തായിരുന്നു? സാറിന്റെ ബാക്കിൽ ഒരു ഡിസൈൻ കാണുന്നുണ്ടല്ലോ. ആ ഡിസൈൻ ഇതല്ല, അത് ഞാൻ പറയാം. അത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ എന്ന് പറയും. അതിലേക്ക് ഞാൻ വരാം. ഇത് നമ്മുടെ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഡിസൈൻ ആണ്. നോർമൽ ഡിസൈൻസ് ആണ് നമുക്ക് ആദ്യം പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ
കാരണം ആദ്യമേ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന സ്ക്രീൻ വെച്ച് പഠിക്കാൻ പോയാൽ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് അടുത്ത പറയാൻ പോകുന്ന അതാണ്. അതിന് മുമ്പ് ഞാനൊരു മിനിമം കോൺസെപ്റ്റുകൾ എല്ലാം പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. എല്ലാവരും കേൾക്കുന്നുണ്ടൊക്കെ ഉണ്ടോ? എല്ലാവരും ഒക്കെ റെഡിയാണോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കളർ മാറ്റുന്ന സാർ പറഞ്ഞില്ലേ, നമുക്ക് ആ പാലറ്റിലെ കളർ മാറ്റാം, അതൊന്നും കൂടി പറഞ്ഞോ സാർ. പാലറ്റിന്റെ കളർ മാറ്റാൻ വേണ്ടി ഡിസൈൻ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ കളേഴ്സ് കണ്ടോ, ഒരു പാലറ്റ് വന്നുണ്ടോ? സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ കളറുകൾ മാറിക്കോളും. അത് അതിന്റെ ഡിസൈൻ അനുസരിച്ച് മാറുള്ളൂ, നമ്മുടെ ഡിസൈൻ മാറത്തില്ല. അതിന് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ നോക്കണം ഏതാണ് നമുക്ക് പറ്റുന്ന കളർ. ഇപ്പൊ ഞാൻ ഈ പവർ പോയിന്റ് എന്നുള്ളത് സ്വല്പം മുകളിലേക്ക് കയറ്റി നടുവിലേക്ക് വെക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഈ കളേഴ്സിന്റെ പാലറ്റ് എടുത്ത് എനിക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. അപ്പൊ അതിനെ ഇങ്ങനെ എടുത്ത് നിൽക്കും. മനസ്സിലായി. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് അതിന് മാറ്റി എടുക്കാം. അതൊരു പ്രാക്ടീസ് ആണ്. മിനിമം വെച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാതെ മിനിമം മാത്രം പറയും, പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ല. ക്ലിയർ ആയല്ലോ? ശരി. അപ്പം നമ്മളിപ്പോ 3 സ്ലൈഡ് ഉണ്ടാക്കി. 3 സ്ലൈഡില് ഫോണ്ടുകൾ, ആദ്യത്തെ ഹോം എന്ന് പറയുന്ന ആ ടാബ് ഉപയോഗിച്ച് നമ്മൾക്ക് സെലക്ഷൻ കൊടുത്ത് അതിന്റെ സൈസുകൾ മാറ്റി, അതിന്റെ ഫോണ്ട് മാറ്റി, അതുപോലെ തന്നെ വലിപ്പം ചെറുപ്പം, പിന്നെ അതുപോലെ ബോൾഡ്, ഇങ്ങനെയെല്ലാം ചെയ്തു. പിന്നെ അതിന്റെ സ്പേസിങ്, ലെഫ്റ്റ് സെന്റേർഡ്, റൈറ്റ് സെന്റേർഡ്, സെന്റർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇൻസേർട്ടിന്റെ അകത്ത് ചില ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. ദെൻ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്തു. വേർഡ് ആർട്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീച്ചർ ഇൻസേർട്ട് ചെയ്തു. ഇനി മൂവി വേണമെങ്കിൽ മൂവി ഇൻസേർട്ട് ചെയ്യാം. സൗണ്ടിന്റെ ഒക്കെ സിമ്പിൾ ഇൻസേർട്ട് ചെയ്ത് അതിനകത്ത് പോയി ഇൻസേർട്ട് ചെയ്യാം. അതൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഇൻസേർട്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിക്ചർ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പിക്ചർ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. എവിടെ കിടക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ ആദ്യം വരെ പറഞ്ഞതെല്ലാം ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം എല്ലാ പാർട്ടുകളും ഒന്ന് ക്ലീൻ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാനിതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണേ. ആരോ മാർക്ക് ഇല്ലേ, ആരോ മാർക്ക് സാർ എടുത്തപ്പോ നല്ല തിക്കായിട്ട് വന്നു. ഞാൻ വരച്ചപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാ വരുന്നത്. ആരോ മാർക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഷേപ്പ് എടുക്കുക, ആരോ മാർക്ക് എടുക്കും. ആരോ എന്ന് വെച്ചാൽ സാധാരണ ആരോ ഉണ്ട്, താഴെ വലിയ ആരോ ഉണ്ടോ. അത് ഞാൻ ഇത് വലിക്കുന്നതിന്റെ പ്രത്യേകതയാണ്. ഓ, ആ സൈഡിൽ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ വിചാരിക്കാൻ വേണ്ടിയാണ് ടി വി ശരിയാക്കാൻ. വലിയ ആരോ കേട്ടോ. ശരി സാറേ, വലിയ ആരോ ഉണ്ട്. വലിയ പിച്ചർ ഇവർക്ക് കൊടുത്തെന്ന് തോന്നുന്നു. അവർ വെട്ടാനന്തരം എടുത്തതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്യണം. അപ്പം ഡിലീറ്റ് ചെയ്യുമ്പോൾ സേവ് ചെയ്യണ്ടേ, ഈ ഫയൽ സേവ് ചെയ്യണ്ടേ, നമ്മൾ ചെയ്തത് സേവ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ സേവ് ചെയ്യാനുള്ള ആവരും കൂടെ ഞാൻ പറയാം. നമ്മള് ആദ്യത്തെ ഫയൽ എന്ന് പറയുന്ന ആ ആദ്യത്തെ ബട്ടൺ എടുക്കുക, ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ. അത് സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. കാണാലോ അല്ലെ? ഫയല് സേവ് ഉണ്ട്, സേവാസ് ഉണ്ട്. ആദ്യമായിട്ട് സേവ് ചെയ്യുക. നമ്മൾ രണ്ടാമത് ഇതിനെ ചെയ്യുമ്പോൾ മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സേവാസ് കൊടുത്ത് സേവ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ചെയ്തത് പോകാതെ പുതിയൊരു ഫയലായിട്ട് സേവാസ് കൂടെ അത് ചെയ്തു. ഇപ്പൊ നമുക്ക് സേവ് കൊടുക്കാം. ഇപ്പൊ സേവ് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്ക്രീൻ വരും, ബ്ലാക്ക് സ്ക്രീൻ. അതല്ലോ, ഇതിനകത്ത് എവിടെ സേവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു സീൽ ഒരിക്കലും ഡെസ്ക്ടോപ്പിലൊന്നും സേവ് ചെയ്യരുത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു കഴ്സറെ ഇങ്ങനെ വലിക്കുമ്പോൾ താഴെ CDE എന്നൊക്കെ പറഞ്ഞ ലോക്കൽ ഡിസ്കുകൾ കാണാമോ? CDE എന്നൊക്കെ പറഞ്ഞ ലോക്കൽ ഡിസ്കുകൾ കാണും. C എടുക്കരുത്, D എടുക്കുക. ഡിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നോട് പറയാം, നമ്മള് മൗസ് എടുക്കുക, മൗസ് എടുത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ ഇതുപോലൊരു സേവാസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും, ഒരു വിൻഡോ വരും. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ ഡെസ്ക്ടോപ്പ് കാണാം, നിങ്ങൾക്ക് ഡൗൺലോഡ് കാണാം, ഡോക്യുമെന്റ് കാണാം. അതിന് തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു കഴ്സർ ഉണ്ട്, അതിനെ പിടിച്ച് വലിക്കുക. താഴോട്ട് വലിക്കുമ്പോൾ
ദിസ് PC എന്നുള്ളിടത്ത് CDE എന്നൊക്കെ പറഞ്ഞു വരും. അതിൽ DO EO സെലക്ട് ചെയ്യുക, D സെലക്ട് ചെയ്യുക. അപ്പൊ ഡിയില് എന്തൊക്കെ ഫയലുകൾ ഉണ്ടെന്ന് ഇതിൻ്റെ അകത്ത് കാണാം, ഫോൾഡേഴ്സ് കാണും. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഡാറ്റ ഡ്രൈവേഴ്സ് എന്നൊക്കെ ഉള്ളതിന്റെ ഇച്ചിരി ലെഫ്റ്റ് സൈഡിലേക്ക് മാറി ഈ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്യാത്ത സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യും. എന്നുവെച്ചാൽ ഓൾറെഡി ഉള്ള ഫയലുകൾ ഒന്നും സെലക്റ്റഡ് ആകാതെ വരുന്ന സ്ഥലത്ത് ഈ ഡാറ്റയുടെ ലെഫ്റ്റിലേക്ക് മാറി മൗസ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ന്യൂ കേട്ടോ, ന്യൂ ഫോൾഡർ. ആ ഫോൾഡർ ഒരു പേര് ചോദിക്കും. അവിടെ നമ്മൾ PPT ട്രെയിനിങ് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ കൊടുക്കും. PPT ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമല്ല അല്ലെങ്കിൽ P എന്ന് മാത്രം കൊടുക്കുക. എന്നിട്ട് അത് അതിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ PPT ട്രെയിനിങ് എന്ന് പറഞ്ഞ ആ ഫോൾഡർ ഉണ്ടാകും. അതേ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒറ്റ പ്രാവശ്യം ചെയ്യാനുള്ളൂ കേട്ടോ, ഒറ്റ പ്രാവശ്യം, വൺസിനേ ഉള്ളൂ. അപ്പം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ നെയിം എന്നുള്ളിടത്ത് ഫസ്റ്റ് എന്ന് കൊടുക്കും. ഫസ്റ്റോ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എന്നിട്ട് സേവ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഫയൽ ബട്ടൺ എടുക്കുക, സേവ് കൊടുക്കുക. ഇപ്പൊ വരത്തില്ല കാരണം ഞാൻ ഓൾറെഡി സേവ് ചെയ്തു. അപ്പം സേവാസ് കൊടുക്കുക, അതേ ബട്ടൺ തന്നെ വരും. നമ്മൾ നോർമലി ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിലായിരിക്കും കിടക്കുന്നത്, ഇങ്ങനത്തെ സ്ക്രീനിലായിരിക്കും കിടക്കുന്നത്. താഴോട്ട് കൊണ്ടുവന്നിട്ട് D ഡ്രൈവ് എടുക്കുക, DOE ഒക്കെ എടുക്കാം. D എടുക്കുക, അവിടെ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കഴ്സർ കാണുന്നത് മൗസ് കൊണ്ടുവരുമ്പോൾ തന്നെ സെലക്ടഡ് ആവും. ാണോ വരുന്നത്? ഏതാണ് PC എന്ന് പറഞ്ഞുള്ളൂ? ഒന്നുകൂടെ പറയും. PC എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം വരുന്നുണ്ട്. അത് പിസിയുടെ താഴെ അല്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് കണ്ടോ, പിസിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ കണ്ടോ, ഒരു ചെറിയ ആരോ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് വരും. പിസിയുടെ ആരോ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ CDO ഒക്കെ വരും. ചിലപ്പോൾ അത് ഇങ്ങനെയായിരിക്കും കിടക്കുമ്പോൾ കാണത്തില്ല. അപ്പൊ എന്നിട്ട് D എടുക്കുക. D എടുത്തു കഴിയുമ്പോൾ ഡിയിലെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫോൾഡറിന്റെ ലെഫ്റ്റ് സൈഡിൽ മാർക്കുന്ന റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതൊരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ, ഒറ്റ പ്രാവശ്യം ചെയ്താൽ അത്. എന്നിട്ട് അവിടെ ന്യൂ ഫോൾഡർ കൊടുക്കുക. ദിസ് PCയുടെ താഴെ ആഡ് എ പ്ലേസ് ബ്രൗസ് മാത്രമല്ല, ഇതൊന്നും വരുന്നില്ല. അതാ പറഞ്ഞ ദിസ് പിസിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ആരോ കണ്ടോ? ലെഫ്റ്റ് സൈഡിലൊന്നും ഇല്ല സാറേ. അത് ദിസ് PCയുടെ താഴെ ആഡ് എ പ്ലേസ്, അതിന്റെ താഴെ ബ്രൗസ്, ഇത് ഇത്രേ ഉള്ളൂ. അതെ, എനിക്കും അങ്ങനെയാണ്. താഴോട്ടൊന്നുമില്ലേ? CDE താഴോട്ട് നോക്കി അങ്ങനൊന്നും ഇല്ല. അതിൽ കാണുന്ന ദിസ് PC ആഡ് എ പ്ലേസ് ബ്രൗസ്. അപ്പൊ ആഡ് എ പ്ലേസ് എടുക്കും. ആഡ് എ പ്ലേസ് എടുത്ത് നോക്കട്ടെ. പ്ലസ് കിടപ്പുണ്ട്. ആഡ് എ പ്ലേസിലെ ഒരു പ്ലസ് കിടപ്പുണ്ട്, ഒരു പച്ച. പ്ലസ് പ്രസ് ചെയ്യും. അപ്പൊ വൺ ഡ്രൈവ് ഫോർ ബിസിനസ്. അതെ, വൺ ഡ്രൈവ് ഫോർ ബിസിനസ്. അത് തന്നെ നടക്കുന്നത്. അത് തന്നെ, അങ്ങനെ എനിക്കും വന്നു. എനിക്ക് ഇതിനകത്ത് ലോക്കൽ ഡിസ്ക് ന്യൂ വോളിയം എന്നൊക്കെ പറഞ്ഞ വരുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്തോളൂ. നിങ്ങൾ തൽക്കാലം ഡെസ്ക്ടോപ്പിലോ ഒന്ന് സേവ് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ കൊണ്ട് സേവ് ചെയ്യും. നമുക്കത് ഡെസ്ക്ടോപ്പ് എടുക്കുക, എന്നിട്ട് ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഫോൾഡർ ചെയ്യും. സാറേ, ഡിയില് സേവ് ചെയ്യുന്ന എന്തെങ്കിലും റീസൺ ഉണ്ടോ? അല്ല, സീൽ സേവ് ചെയ്താൽ ആ ഫയൽ എന്തെങ്കിലും കാരണവശാൽ OS കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഫയൽ നഷ്ടപ്പെട്ടു പോകും. ഡിയിലാണെങ്കിൽ അത് സേഫ് ആണ്, ഓൾമോസ്റ്റ് സേഫ് ആണ്. ഹാർഡ് ഡിസ്ക് മുഴുവൻ പോയാലേ പോകുള്ളൂ. സി മാത്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് സിയിലാണ്. അപ്പൊ സിക്ക് എന്തെങ്കിലും കറപ്ഷൻ വന്നാൽ അത് ഇറേസ് ചെയ്ത് അതിന് മുകളിൽ ഓവർ റൈറ്റ് ചെയ്തിട്ടാണ് പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഡേറ്റാസ് എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും പോകത്തില്ല. ഞാൻ സാധാരണ ചെയ്യുന്ന ഡെസ്ക്ടോപ്പില് ഫയൽ ഉണ്ടാക്കിയിട്ട് സബ് ഫയലായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഡി വരുന്നില്ല.
അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പോകും എന്നല്ല, സിസ്റ്റത്തിനൊക്കെ പറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും കറപ്ഷൻ പെട്ടെന്ന് വന്നാൽ ഡേറ്റാസ് എല്ലാം നഷ്ടപ്പെടും. ഒന്നും തിരിച്ചെടുക്കും. ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട്. ഡെസ്ക്ടോപ്പില് സാറ് സേവ് ചെയ്താൽ പോരെ? മതി, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു. ക്ലിയർ. ഓക്കെ, അപ്പൊ നമ്മളത് സേവ് ചെയ്തു ഓൾറെഡി. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ആ പേജ്, ആ ഫയലിന്റെ പേര് മുകളിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നുള്ളത് ആ പേര് വന്ന് കാണും. നമ്മൾ സേവ് ചെയ്ത പേര് അതിന്റെ മുകളിൽ കാണും. ഞാൻ സേവ് ചെയ്ത ഫസ്റ്റ് എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അപ്പൊ ഓൾറെഡി നമ്മൾ ഫയൽ സേവ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം ഒന്നുകൂടെ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതുവരെ ചെയ്തെല്ലാം ഒന്നും കൂടെ ചെയ്യാൻ പോവാണ് വേറൊരു ഫോർമാറ്റില്. ഓൾറെഡി നിങ്ങളുടെ ഫയൽ സേവ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു, ന്യൂ പ്രസന്റേഷൻ എടുത്തു, ബ്ലാങ്ക് പ്രസന്റേഷൻ എടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, പുതിയ പ്രസന്റേഷൻ വന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ സബ് ടൈറ്റിലിന്റെ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈറ്റിൽ ഞാൻ അവിടെ ഹോൾഡ് ചെയ്തു. ഇവിടെ ഞാൻ എഴുതുന്നത് പേരന്റിങ് സ്റ്റൈൽസ് എന്നാണ്. പേരന്റിങ് സ്റ്റൈൽസ് എന്ന ടൈറ്റിൽ ഞാൻ എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ മുകളിലേക്ക് പൊക്കി എടുത്തു വെച്ചു, സ്വല്പം മുകളിലേക്ക് കയറ്റി വെച്ചു. അത് അതിന്റെ ഫോണ്ട് ഞാനൊന്ന് മാറ്റി. ഞാൻ ഹോം ബട്ടൺ പ്രസ് ചെയ്തു, ആദ്യം സെലക്ട് ചെയ്തു, ഹോം ബട്ടൺ പ്രസ് ചെയ്തു. എന്റെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തു കേട്ടോ, എന്റെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. പേരന്റിങ് സ്റ്റൈൽസ് എന്ന് ഞാൻ എഴുതി. ഞാൻ അതിനെ ഒന്ന് മുകളിലേക്ക് പൊക്കി കയറ്റി വെച്ചു. എന്നിട്ട് ഞാൻ സ്ക്രീൻ ഒന്ന് സെലക്ട് ചെയ്തു. എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ചെയ്തു. എന്നോട് പറയണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ പേരന്റിങ് സ്റ്റൈൽസ് ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ ആ ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിനെ ഞാൻ എന്റെ ഫോണ്ട് ഒന്ന് മാറ്റി, സ്റ്റൈൽ ഫോണ്ട് ആക്കി, സ്വല്പം കൂടെ ഒന്ന് വലുതാക്കി, കളർ ഒന്ന് മാറ്റി. കളർ ഞാൻ ഒരു ഡാർക്ക് ബ്ലൂ കളർ കൊടുത്തു. എനിക്കത് ബോൾഡ് ആക്കണമെന്ന് തോന്നുന്നുണ്ട്, അത് ഞാൻ ബോൾഡ് ആക്കി. ഫസ്റ്റ് സ്ലൈഡിന്റെ പേജ് ഞാൻ ഉണ്ടാക്കി. ഓക്കെ, ക്ലിയർ ആണ്? ഇനി രണ്ടാമത്തെ സ്ലൈഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ സെയിം പാരന്റിങ് സ്റ്റൈൽസ് എന്ന് എഴുതിയ സെക്കൻഡ് സ്ലൈഡ് എനിക്ക് ഇതുവരെ എത്തിയോ എല്ലാവരും? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ടോപ്പിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നത്? ഏതായിരുന്നു? മുകളിലേക്ക് മാറ്റാൻ വേണ്ടി, ടോപ്പിലേക്ക് വരുത്താൻ വേണ്ടി നമ്മൾ പേരന്റിങ് സ്റ്റൈൽസിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചതുരം വരും, ഒരു ഡോട്ടഡ് നെറ്റ് വരും. അതില് നമ്മുടെ കുരിശിന്റെ സൈൻ അതിനെ പിടിച്ചാൽ മുകളിലേക്ക് താഴോട്ടൊക്കെ നീക്കാം. കണ്ടോ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ രണ്ടാമത്തെ സ്ലൈഡ് ഞാൻ ഉണ്ടാക്കി. ഈ രണ്ടാമത്തെ സ്ലൈഡിൽ പേരന്റിങ് സ്റ്റൈൽസിന്റെ സ്റ്റൈൽ എന്താണ്? ഒരു പേരന്റിങ് സ്റ്റൈൽ പറയാം. ഒരു പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയാം. യെസ്. അപ്പൊ എനിക്ക് അതോറിറ്റേറ്റീവ് എഴുതാൻ മാർഗ്ഗമില്ല ഇവിടെ അല്ലേ? അപ്പൊ ഞാൻ എങ്ങനെ എഴുതും? ഞാനപ്പോ ഇൻസേർട്ടിൽ പോയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ്, അവിടെ ഞാൻ അതോറിറ്റേറ്റീവ് സ്റ്റൈൽ എന്ന് ഞാൻ എഴുതി. അപ്പൊ ഇതിന്റെ സൈസിനെ ഇതിന്റെ സൈസ് ഒക്കെ ഒന്ന് മാറ്റും. അപ്പൊ ഞാൻ ഒന്നും കൂടെ സെലക്ട് ചെയ്തു, ബോൾഡ് ആക്കി, ഫോണ്ട് ചെയ്യാൻ മാറ്റി, സൈസ് കൂട്ടി, കളർ മാറ്റി, കറക്റ്റ് ഷേപ്പ് വരത്താക്കി. എന്നിട്ട് അത് ഞാൻ ഒന്ന് സെന്റർ ചെയ്തു. പിന്നെന്താണ്, യെസ്, ഞാനൊന്ന് ഇറ്റാലിക്സ് ചെയ്തു. ഫുൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇറ്റാലിക്സ് ചെയ്തു. അപ്പൊ രണ്ടാമത്തെ സ്ലൈഡ് എനിക്ക് കിട്ടി. അവിടെ ഞാൻ പാരന്റിങ് സ്റ്റൈൽസ് വേണമെങ്കിൽ എനിക്ക് 1 എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതും.
ഫസ്റ്റ് സ്റ്റൈൽ. ഇനി ഇതിനെ ഞാൻ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ഉള്ള പാരന്റിങ് സ്റ്റൈലിനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അതോറിറ്റേറിയൻ എന്നുള്ളത് വന്നു. രണ്ടാമത്തെ സ്റ്റൈൽ ഏതാണ്? അതോറിറ്റേറ്റീവ്. സാറേ കുത്തങ്ങനെ ഇട്ടോ, ഒന്നൊന്നിട്ട് കുത്തിട്ട എങ്ങനെ? 1 ഇട്ടിട്ട് ചുമ്മാ ഒരു കുത്തിട്ടാ മതി. ഓഡിറ്റോറിയം. അവിടെ ലെഫ്റ്റ് കൊണ്ടുവച്ചിട്ട് 1 ഇട്ടിട്ട് കുത്തിട്ടാ മതി. എന്നിട്ടൊരു സ്പേസ് ഇട്ടാ മതി. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് അതോറിറ്റേറ്റീവ് എന്നുള്ളതിന് ഞാൻ രണ്ടാമത്തെ നമ്പർ 2 ആക്കി, 1 എന്ന് പറഞ്ഞ 2 ആക്കി. അതോറിറ്റേറിയൻ അല്ലേ? അതോറിറ്റേറിയൻ സ്പെല്ലിംഗ് ശരിയാണോ? ഓ ആണോ? എ ആണ്. ഓക്കെ, അതോറിറ്റേറിയൻ സ്റ്റൈൽ നമ്പർ 2 എന്ന് എഴുതി. ഇനി ഞാൻ മൂന്നാമത്തെ സ്ലൈഡ് ഡെവലപ്പ് ചെയ്തു. മൂന്നാമത്തെ സ്ലൈഡിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റൈൽ എടുത്തു. അവിടെ നമ്പർ 2 എന്നുള്ളത് ഞാൻ 3 ആക്കി. അടുത്ത സ്റ്റൈൽ ഏതാണ്? പെർമിസീവ് സ്റ്റൈൽ. അതിന് നമ്പർ 3 എന്ന് എഴുതി. വീണ്ടും ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കി, ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, നമ്പർ 4 എന്ന് എഴുതി. എന്റെ പേരെന്താണ്? അസർട്ടീവ് ആണോ? അസർട്ടീവ് ആണോ? മൈൻഡ് ചെയ്യാത്തൊരു സാധനം ഉണ്ടല്ലോ. നെഗ്ലക്റ്റ് അൺഇൻവോൾവ് അല്ലെ? നെഗ്ലക്ട് അല്ലെങ്കിൽ അൺഇൻവോൾവ് ആണോ? അത് തന്നെയാണോ? ഓക്കെ. എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റർ. യെസ്, എന്തായിരുന്നു അത് പറഞ്ഞേ? അൺഇൻവോൾവ് അല്ലെ? അൺഇൻവോൾവ്. അപ്പൊ 4 സ്റ്റൈല് ഞാൻ ഒറ്റ സ്ലൈഡ് ഉപയോഗിച്ച് തന്നെ 4 ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിന്റെ ഡിസൈൻ ഒന്ന് മാറ്റാം. ഡിസൈനിന്റെ ടാബിലേക്ക് പോയിട്ട് ഡിസൈൻ ഞാൻ ഇഷ്ടമുള്ള ഡിസൈൻ പോരാ, കളർ ഇതൊക്കെ ഇതാക്കാം, ഇതാക്കാം. ഇത് എടുത്ത് സെലക്ട് ചെയ്യുമ്പോൾ കളർ വേരിയേഷൻസിന്റെ പ്രശ്നം വരും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. സർക്കാർ ഇങ്ങനെ ഇതിന്റെ ഇങ്ങനെ അറ്റത്ത് വേറെ കുറെ കളർ കൊടുത്തിട്ടുണ്ട് ഡിസൈനില്. അറ്റത്ത് പച്ചയും ചുവപ്പും അങ്ങനെയൊക്കെ ഉള്ള കളർ കൊടുത്തിട്ടില്ലേ? ഇഷ്ടമുള്ള കളർ എടുക്കുക. താഴെ ഉണ്ട്, ഇതിന്റെ റൈറ്റ് സൈഡിലെ താഴെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത പിന്നെ ഉണ്ട്. ഇഷ്ടംപോലെ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിന് വഴി ആഡ് ചെയ്യാൻ ഒക്കെ ചെയ്യാം. ഇതൊരു സ്റ്റൈലാണ്. ടൈറ്റിൽ വ്യത്യാസം കണ്ടോ? ടൈറ്റിൽ വ്യത്യാസം വന്നു. 4 സ്ലൈഡുകൾ ഞാൻ ഡെവലപ്പ് ചെയ്തു. 4 അപ്പൊ നമ്മുടെ മെയിൻ സ്ലൈഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പിക്ചർ ആഡ് ചെയ്യാം, കണ്ടന്റ് ആഡ് ചെയ്യാം, ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. ഓക്കെ, നമുക്ക് പേരന്റിങ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് നമുക്കൊരു പിക്ചർ ആഡ് ചെയ്യാം. പിക്ചർ ആഡ് ചെയ്യാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗൂഗിളിൽ പോവുക, പേരന്റിങ് സ്റ്റൈൽസ് എന്ന് അടിക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പിക്ചറുകൾ വരും. എൻ്റെ ഇമേജ് സെലക്ട് ചെയ്ത് ഇഷ്ടംപോലെ പിക്ചറുകൾ ഇതുപോലെ വരും. അപ്പൊ നമ്മൾ ആ പിക്ചറിനെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. പിക്ചർ സെലക്ട് ചെയ്തിട്ട് കോപ്പി, പിക്ചർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഇമേജ് എന്ന് പറഞ്ഞ ആ ബട്ടൺ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇങ്ങനത്തെ ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കിട്ടത്തില്ല, കോപ്പി ഇമേജ് കിട്ടത്തില്ല. അതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ വലിയ സ്ക്രീൻ റൈറ്റ് സൈഡിൽ പുതിയ അതിന്റെ തന്നെ വലിയ സ്ക്രീൻ വരും, വലിയ ഒരു പിക്ചർ വരും. അതിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കോപ്പി ഇമേജ് ഇന്റർനെറ്റില് നമ്മൾ ബ്രൗസ് ചെയ്യുക, പിക്ചറുകൾ ഇതുപോലെ വരും. ആ വരുന്ന പിക്ചറിനെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്ത് വലുതായി നിൽക്കുന്ന പിക്ചർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഇമേജ് സെലക്ട് ചെയ്യും. അതിനെ കോപ്പി ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. സ്ക്രീനിലേക്ക് ഗൂഗിളിലേക്ക് പോകുന്നത് എങ്ങനെ?
ഗൂഗിൾ നമ്മളെ നോർമൽ സ്ക്രീൻ വഴി പോകണം, ഇത് വഴിയല്ല, ഇത് ക്ലോസ് ബ്രൗസർ വഴി കയറി പോകാം. ബ്രൗസർ വഴി ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യണം. PPT സ്ക്രീൻ അല്ല, അത് ക്ലോസ് ചെയ്യണ്ട, അത് താഴെ ബ്രൗസർ ഉണ്ടല്ലോ, അതെടുത്താൽ മതി. ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, വേറൊരു ഓപ്ഷൻ പറയാം. ചില ചില പിക്ചേഴ്സ് ഒക്കെ വളരെ വലുതായിരിക്കും, വലുതിനെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത്. ഇല്ലെങ്കിൽ സാധാരണ കേസിൽ നമ്മൾ ഇൻസേർട്ട് പിക്ചർ പറയുമ്പോൾ ചില സിസ്റ്റത്തില് നേരെ അത് ഗൂഗിളിലേക്ക് പോകും. നമ്മള് ഇൻസേർട്ട് പിക്ചർ പറയുമ്പോൾ ഇപ്പൊ ഞാൻ എന്റെ സ്ക്രീനിലാണ് പോകുന്നത്, എന്റെ സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ചിലവരുടെ സിസ്റ്റത്തിൽ നേരെ ഇന്റർനെറ്റിലേക്ക് ഓപ്ഷൻ ഉണ്ട്, ഇന്റർനെറ്റിൽ കൂടെ പോകണോ ഈ PC നിന്ന് എടുക്കണമെന്ന് ചോദിക്കും. ഇന്റർനെറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോകാം. ഇത് എനിക്ക് തോന്നുന്നത് ചിപ്സെറ്റിന്റെ ഒരു പ്രോബ്ലം ആണ്. അതിനെന്തെങ്കിലും കറപ്ഷൻ വന്നു കഴിഞ്ഞാൽ നേരെ ഇന്റർനെറ്റിലേക്ക് പോകത്തില്ല, അതൊന്ന് റീസെറ്റ് ചെയ്യേണ്ടത്. ചിലവരുടെ സിസ്റ്റത്തിൽ ഇന്റർനെറ്റിൽ നിന്ന് എടുക്കണോ അതോ ഈ PC നിന്ന് എടുക്കണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നേരിട്ട് പോയി എടുക്കാം. ക്യാമറ റോൾ മാത്രമേ ഉള്ളൂ. ക്യാമറ റോൾ ഉണ്ടെങ്കിൽ അതല്ല. അപ്പൊ നമ്മൾ ഓൾറെഡി പിക്ചറുകൾ ഈ പറഞ്ഞ പോലെ അടുത്ത ബ്രൗസർ വഴി ഇന്റർനെറ്റിൽ പോയി ഇതുപോലെ എടുത്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പൊ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇന്റർനെറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ പേരന്റിങ് സ്റ്റൈൽസ് അടിച്ചു കഴിഞ്ഞാൽ കുറെ ഇമേജസ് വരും. അല്ലെങ്കിൽ ഓൾ എന്നായിരിക്കും കിടക്കുന്ന ഇമേജസിലേക്ക് മാറ്റുമ്പോൾ ഇഷ്ടംപോലെ ഇമേജസ് വരും. അതിൽ ഏത് ഇമേജ് ആണോ എടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പൊ ആ ഇമേജ് റൈറ്റ് സൈഡിൽ വലുതായിട്ട് വരും. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ഇമേജ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, കോപ്പി ഇമേജ്. അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ പവർ പോയിന്റ് പോയിന്റ് ഇതുപോലെ പേസ്റ്റ് ചെയ്യും. സോ ഇതാണ് ഒന്നാമത്തെ സ്ലൈഡ്. രണ്ടാമത്തെ സ്ലൈഡ് അതോറിറ്റേറ്റീവിന്റെ ആണ്. അപ്പൊ അതോറിറ്റേറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പിക്ചർ ഇതുപോലെ തന്നെ. പിക്ചർ വന്നില്ലായിരുന്നു ഏതിന്റെ അതോറിറ്റേറ്റീവ് സ്ലൈഡ് ഞാൻ എടുത്തില്ലല്ലോ, എടുക്കാൻ പോകും. ഞാൻ ഇതുപോലെ പിക്ചർ എങ്ങനെയാ അങ്ങോട്ട് എടുക്കുന്നത്? പിക്ചർ ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. ഞാനിപ്പം ഈ സ്ക്രീൻ എടുത്തു. ഈ സ്ക്രീനിൽ ഞാൻ ഇൻസേർട്ട് ബട്ടൺ പ്രസ് ചെയ്തു. റൈറ്റ് സൈഡ് പിക്ചർ കണ്ടോ? പിക്ചർ വന്നു. ആ പിക്ചറിനെ അങ്ങോട്ടേക്ക് എങ്ങനെയാ എടുക്കുന്നത്? പിക്ചർ വന്ന ഈ സ്ക്രീനിലല്ലേ വന്നേ? പിക്ചർ വന്നില്ലല്ലോ സാറേ. ഓക്കെ, വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒന്ന് ശ്രദ്ധിച്ചു, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. ഞാനിപ്പോ രണ്ടാമത്തെ ഇതിന്റെ ഒരു പിക്ചർ എടുക്കാൻ പോവാണ്. പിക്ചർ എടുക്കാൻ വേണ്ടി രണ്ടാമത്തെ സ്ക്രീൻ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പോലെ ലെഫ്റ്റ് സൈഡിൽ 2 സെലക്ട് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ സ്ക്രീനിൽ പാരന്റിങ് സ്റ്റൈൽസ് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വന്നു കാണും. ഞാനിവിടെ നേരെ എൻ്റെ ടാബ് ഇൻസേർട്ട് ടാബിൽ പോകും. ഇൻസേർട്ട് ടാബ് അവിടുന്ന് പിക്ചറിനെ സെലക്ട് ചെയ്യും. ഇവിടെ ചോദിക്കുന്നുണ്ട് ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയൽ അല്ലെങ്കിൽ ഇൻസേർട്ട് ഫ്രം നെറ്റ്, ഇന്റർനെറ്റ് എന്ന് ചോദിക്കും ചിലപ്പോൾ. ഞാനിവിടെ ഫയലിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം എനിക്ക് ഇൻസേർട്ടിലേക്ക് പോകാൻ ഇന്റർനെറ്റിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ പിക്ചർ എന്ന് ക്ലിക്ക് ചെയ്യാം. ആ പിക്ചറിനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിക്ചറിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഇതുപോലെ ഫയൽ വരും. ഫയലിൽ ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. PPT2 എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞൊരു ഒരു പിക്ചർ ഞാൻ എടുത്തിട്ട് അത് ഇവിടെ നേരെ ഇതുപോലെ ഇതിനെ വലുതാക്കി. ക്ലിയർ ആയോ? ഒന്നുകൂടെ കാണിക്കാം. ഇൻസേർട്ട് ബട്ടൺ എടുക്കുക, പിക്ചർ എടുക്കുക, പിക്ചർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. പിക്ചർ ഡബിൾ ക്ലിക്ക് ചെയ്യും. ചിലപ്പോൾ അത് ഈ ഫോൾഡറിൽ നിന്ന് ഈ സിസ്റ്റത്തിൽ നിന്ന് എടുക്കണമെന്ന് ചോദിക്കും, അതോ ഇന്റർനെറ്റിൽ നിന്ന് എടുക്കണമെന്ന് ചോദിക്കും. അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യും. എന്നിട്ട് ഏത് പിക്ചർ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതോറിറ്റേറ്റീവ് സ്കെയിലിന്റെ ഒരു പിക്ചർ കിട്ടും. സോറി, അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതല്ല പിക്ചർ, അതോറിറ്റേറിയൻ. ഇൻസേർട്ട് പിക്ചർ അതോറിറ്റേറ്റീവ്. ഒരു പിക്ചർ എടുത്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനെ സൈസ് ചെയ്യാം, വലുതാക്കാം. ഇതുപോലെ ഒരു പിക്ചറാണ്. ക്ലിയർ ആയോ? എടുത്തു നോക്കൂ. പിക്ചർ ഇല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിൽ പോയി ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് എടുക്കുന്ന കാണിച്ചു തരാം. ഞാനിത് ഡിലീറ്റ് ചെയ്തു. ഞാൻ ഇന്റർനെറ്റിന്റെ ബ്രൗസർ എടുക്കും. ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ആസച്ച് അവിടെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മിനിമൈസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ താഴെ ടാസ്ക് ബാറിൽ നിങ്ങൾക്ക് ബ്രൗസർ കാണാം.
അതാണ് ഞാൻ ടാസ്ക് ബാറിൽ പിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ടാസ്ക് ബാറിൽ ബ്രൗസർ കാണാം, അവിടെ നമ്മൾ ഇന്റർനെറ്റ് എടുക്കുക. അപ്പൊ ഇതുപോലെ ഇന്റർനെറ്റ് കയറി വരും. ഇതിൻ്റെ അകത്ത് പാരന്റിങ് സ്റ്റൈൽസ് കൊടുക്കുക. അപ്പോൾ കുറെ പിക്ചറുകൾ ഇതുപോലെ വരും. ഈ ചിലപ്പോൾ ഓൾ എന്നായിരിക്കും വരുന്നത്. അതിന് ഇമേജ് സെലക്ട് ചെയ്യുക, അപ്പോൾ പിക്ചർ വരും. ഈ പിക്ചറിനെ ജസ്റ്റ് ഏത് പിക്ചറാണോ എടുക്കേണ്ടത്, ഇവിടെ ഇപ്പൊ നമുക്ക് അതോറിറ്റേറ്റീവ് ആണ്, അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിക്ചർ വരും. അപ്പൊ ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. യെസ്, അതോറിറ്റേറ്റീവിന്റെ പിക്ചർ ഞാൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇതുപോലെ വലുതായി വരും, മറ്റ് പിക്ചറിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നു. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് കോപ്പി ഇമേജ് അല്ലെങ്കിൽ സേവാസ് കൊടുത്ത് നമുക്ക് ഏതെങ്കിലും ഫോൾഡറിൽ സേവ് ചെയ്തിട്ട് എടുക്കാം. അതിനേക്കാൾ എളുപ്പം ഇങ്ങനെയാണ്. ഈ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇത് ഉപയോഗിച്ച് ഇതിനെ ക്ലിക്ക് ചെയ്താൽ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഇമേജ് കൊടുക്കുക. എന്നിട്ട് പഴയ പോലെ ഇതിനെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ മിനിമൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ പിക്ചർ വരും, അല്ലെങ്കിൽ നമ്മുടെ PowerPoint വരും. എന്നിട്ട് അതിലേക്ക് Ctrl+V അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ വലിപ്പം കൂടുതലായിരിക്കും. അതിനെ ലെഫ്റ്റ് സൈഡിൽ ഒരു വെച്ചിട്ട് ഇങ്ങനെ ചെറുതാണ്, എന്നിട്ട് വലിച്ച് പുറത്തേക്ക് സൈസ് അനുസരിച്ച്. ഇത് ഞാൻ നെറ്റിൽ നിന്ന് എടുത്താണ്, മറ്റേത് ഓൾറെഡി എന്റെ ഫയലിലുണ്ട്. ക്ലിയർ ആയെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഒന്നുകൂടെ കാണിക്കാം, നോക്കോളൂ. ഇനി ഞാൻ അടുത്ത നമ്പർ 2 അതോറിറ്റേറിയൻ ചെയ്തെടുക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പിക്ചർ എടുക്കാൻ വേണ്ടി ഇൻസേർട്ടിൽ പോയി പിക്ചർ ഡബിൾ ക്ലിക്ക് ചെയ്തു. നേരെ എന്റെ ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്ത ഫോൾഡറിലേക്ക് പോയി അതോറിറ്റേറിയന്റെ ഒരു പിക്ചർ വന്നു. ഞാൻ ആവശ്യത്തിനുള്ള സൈസ് ആക്കി കറക്റ്റ് ചെയ്തു. അടുത്ത പാരന്റിങ് സ്റ്റൈൽ പെർമിസീവ് ആണ്. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഇൻസേർട്ട് എടുത്തു, പിക്ചറിൽ പോയി പെർമിസീവ് എന്നുള്ള ഒരു പിക്ചർ എടുത്തു. ലാസ്റ്റ് വൺ അൺഇൻവോൾവ് ആണ്. അതിന് ഞാൻ ആദ്യത്തെ പോലെ തന്നെ ഇൻസേർട്ട് എടുത്തു, പിക്ചർ എടുത്തു, അൺഇൻവോൾവിന്റെ പടം എടുത്തു. അപ്പൊ നമ്മള് 4 സ്ലൈഡുകളുണ്ട്. ഈ സ്ലൈഡിന്റെ ഇപ്പൊ നമ്മൾ കണ്ടു 4 സ്ലൈഡുകൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ മാറ്റണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഡിസൈനിൽ പോവാം. ഡിസൈൻ ചെയ്യുന്ന ഇഷ്ടംപോലെ ഡിസൈൻ അതിനകത്ത് കിടപ്പുണ്ട്. ഇത്രയും ഡിസൈനുകളുണ്ട്. ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെയാകാം, അല്ലെങ്കിൽ ഇങ്ങനെയാകണം. നമ്മൾ സ്വല്പം റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈന് പറ്റിയ രീതിയിലേക്ക് അതിനെ നമുക്ക്. ഇത് ഓൾറെഡി ഉള്ള ഒരു ഡിസൈൻ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കി അറിയാം. ആദ്യത്തെ സമയത്തോളം എല്ലാം ക്ലിയർ ആണ്. ഈ പാരന്റിങ് സ്റ്റൈൽസ് എന്നുള്ളതിനെ സ്വല്പം ഒന്ന് താത്തി വെച്ചാൽ ക്ലിയർ ആയി, ബാക്കിയെല്ലാം ശരിയാണ്. രണ്ടാമത്തത് ഇതിനെ സ്വല്പം ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചാൽ സെന്റർ ആയി. മൂന്നാമത്തേലേക്ക് പോകുമ്പോൾ അത് സ്വല്പം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതിന്റെ കുഴപ്പമാണ്. സെന്റർ സെറ്റ് ചെയ്യണം. അടുത്തതും അങ്ങനെ തന്നെയാണ്, അതൊന്നും കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. നാലാമത്തതും സെറ്റ് ചെയ്തു. 4 ഒരു PowerPoint നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. പാരന്റിങ് സ്റ്റൈൽസ് എന്നുള്ള രീതിയിലുള്ള 4 സ്റ്റൈലുകൾ കൃത്യമായിട്ട് ക്ലിയർ ആണല്ലോ? യെസ്. സംശയം നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ 2 ഫയൽ ഇപ്പൊ ചെയ്തു. 2 ഫയൽ ചെയ്ത പോലെ പതുക്കെ സാവകാശം ചെയ്യാം. 4 സ്ലൈഡിലൊന്നും പോകണ്ട. ആദ്യത്തെ ഒരു സ്ലൈഡ് 2 സ്ലൈഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് 2 സ്റ്റൈലുകൾ മാത്രം ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ പൂക്കളുടെ പേരോ പൂക്കളുടെ പടമോ കൊടുക്കുകയും ചെയ്യാം. കേരളത്തിലെ പൂക്കൾ നിങ്ങൾക്ക് കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ മരങ്ങൾ, ട്രെയിൻ, ട്രാൻസ്പോർട്ടേഷൻ, ദൂരം എക്സാമ്പിൾസ് ഉണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമേ ഇതുപോലെ സർ ഇതിന്റെ രജിസ്റ്റർ ലിങ്ക് തരുമോ? ഒന്ന് നാളെ ഒന്ന് അത് വീണ്ടും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് റെക്കോർഡിംഗ് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ. ഓക്കെ, താങ്ക് യു സർ. നാളത്തെ സമയം നോക്കുക.
ബാക്കിയുള്ള ടോപ്പിക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ സ്ലൈഡ് ഷോ ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഡേറ്റാസ് ആഡ് ചെയ്യാൻ വേണ്ടി ChatGPT പോലുള്ള സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ ആഡ് ചെയ്യാം. ഇൻഫർമേഷൻ അതോറിറ്റിയറിനെ കുറിച്ച് നമുക്കൊരു വാക്ക് പെട്ടെന്ന് മനസ്സിൽ എഴുതാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമ്മൾ ChatGPT പോയി അത് പാരന്റിങ് സ്റ്റൈൽസിനെ 1-2 വാക്കുകളിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ തരാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ തരുന്ന നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. വളരെ മനോഹരമായ ഒരു സ്ലൈഡായിട്ട് മാറും, സ്മാർട്ട് സ്ലൈഡായിട്ട് മാറും. എന്നിട്ട് അതിനെ നമ്മൾ സ്ലൈഡ് ഷോ വെച്ച് പ്രസന്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ രീതി പോകുന്നത്? എനിവേ, അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിച്ച് ഇത്രയും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഈ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഫയൽ എടുക്കുക, സേവ് കൊടുക്കുക. ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫോൾഡറിലേക്ക് പോകും. നമ്മൾ എവിടെയാണോ ഉപയോഗിച്ച ഫോൾഡർ, അല്ലെങ്കിൽ ആ ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ PPT എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ് കീപ്പ് ചെയ്ത് വെച്ചത്. അല്ലല്ലോ, പ്രസന്റേഷൻ PPT ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ് ഞാൻ വെച്ചത്. അവിടെ വേണമെങ്കിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ PPTT എന്ന് പറഞ്ഞ ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് പാരന്റിങ് സ്റ്റൈൽസ് എന്നുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ സേവ് കൊടുത്താൽ ആ ഫയൽ അവിടെ പോയി സേവ് ആകും. എവിടെയാണ് സേവ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അത് ഏത് ഡ്രൈവിലാണെന്നൊക്കെ ഓർത്തിരിക്കാം. അത് ഇച്ചിരി ഷോർട്ട് കട്ട് ചെയ്യാൻ നമുക്ക് നാളെ എന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, ഓട്ടോ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പവർ പോയിന്റിന്റെ ഈ ഓപ്ഷൻ എടുക്കുക. അപ്പൊ ഇതിന്റെ കാണാമല്ലോ അല്ലെ, പവർ പോയിന്റിന്റെ ഓപ്ഷൻ എടുക്കുക. അപ്പൊ അതിന്റെ ഫയൽ ഓപ്ഷൻ എടുക്കുമ്പോൾ താഴെ പവർ പോയിന്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു കാണും കണ്ടോ. പവർ പോയിന്റ് ഓപ്ഷൻസ് കണ്ടോ, പവർ പോയിന്റ് ഓപ്ഷൻസ്, എക്സിറ്റ് പവർ പോയിന്റ് ഓപ്ഷൻസ്. ഫയല് സേവ്, ഓപ്പൺ, സേവ്, സേവാസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഏറ്റവും താഴെ പവർ പോയിന്റ് ഓപ്ഷൻസ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് താഴെ ലെഫ്റ്റ് സൈഡിൽ പോപ്പുലർ, പ്രൂഫിംഗ്, സേവ് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതിൽ സേവ് സെലക്ട് ചെയ്യും. സേവിലൂടെ എഴുതിയിട്ടുണ്ട് സേവ് ഓട്ടോ റിക്കവർ ഇൻഫർമേഷൻ എവറി 10 minutes. ഇവിടെ ഈ ടിക്ക് ഇല്ലാത്തടത്തോളം കാലം സേവ് ആകത്തില്ല. നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ സേവ് ആകത്തുള്ളൂ. അപ്പൊ ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കും. ടിക്കറ്റ് കൊടുത്താൽ എവറി 10 minutes സേവ് ആയിക്കോളും. അത് കുറച്ച് സമയം മതിയെങ്കിൽ, അല്ലെങ്കിൽ 5 minute വേണമെങ്കിൽ നമ്മൾ താഴോട്ടാക്കി 5 minute. അപ്പൊ എവറി 5 minutes ഇത് സേവ് ആയി. നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം എവറി 5 minutes അത് സേവ് ആയിക്കോളും. എന്തെങ്കിലും കാരണവശാൽ പവർ പോയിന്റ് സ്ട്രക്ക് ആവുമോ, പവർ സപ്ലൈ പ്രശ്നം വരുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഓട്ടോസ് റിക്കവർ ഓപ്ഷൻസ് സെറ്റ് ചെയ്തു. സാധാരണ കേസിൽ ഡിഫോൾട്ട് അത് സേവ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ടിക്കറ്റ് കൊടുക്കുക. അത് താഴെ ഓക്കെ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടെ ഉണ്ട്. ഓക്കെ, അത് ഓക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പറയാം ഫയൽ എടുക്കുക, പവർ പോയിന്റ് ഓപ്ഷൻസ്, അതിലത് സേവ്, അതില് സേവ് ഓട്ടോ റിക്കവർ എവറി 5 minutes. എന്നൂടെ പറയാം, ഫയൽ എടുക്കുക, പവർ പോയിന്റ് ഓപ്ഷൻസ്, സേവ് സെലക്ട് ചെയ്യുക, സേവ് ഓട്ടോ റിക്കവറി എവറി 5 minutes. എവറി 5 minutes ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സേവ് ചെയ്യുന്ന ഇച്ചിരി സമയം ചിലപ്പം നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ എവറി 5 minutes ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ എന്താ വരാത്തെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ് ആകണ്ട, സേവ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. എവറി 5 minutes സേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ വർക്കിനൊരു ചെറിയ ബുദ്ധിമുട്ട് വരും. 10 minutes ആണെങ്കിലും മതി, കുഴപ്പമില്ല. എങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഓക്കെ. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ഒരു പവർ പോയിന്റ് ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും സിമ്പിളസ്റ്റ്. അപ്പൊ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? താങ്ക് യു സർ. യെസ്, എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പിക്ചർ സഹിതം ഇടാം. എന്തെങ്കിലും സ്ട്രക്കായി നിൽക്കുവാണെങ്കിൽ ആ പിക്ചർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടാൽ ഞാനത് കറക്റ്റ് ആയിട്ട് അതിനെ ആൻസർ ചെയ്യാം കേട്ടോ. നാളെ വൈകുന്നേരം 4:30 വരെയോ അല്ലെങ്കിൽ 8:30 വരെയോ സമയമുണ്ട്. 1-2 പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ വർക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആയി എന്ന് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകും.
ഓക്കെ താങ്ക് യു. കൂടുതൽ PPT ഇടുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, സർ. താങ്ക് യു സർ. ചെറിയ PPT ഉണ്ടാക്കിയാൽ മതി, വലിയ PPT ഉണ്ടാക്കേണ്ട. മാക്സിമം 1, 2, 3 സ്ലൈഡുകൾ മാത്രം. അപ്പൊ നമ്മൾ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് പ്രാക്ടീസ് ആവും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കമന്റ്സ് ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി, എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കമന്റ്സ് നമ്മുടെ ഈ PPT ഗ്രൂപ്പിലും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാം അല്ലെ? പേരന്റിങ്ങിന് വേണമെന്നില്ലല്ലോ, ഇഷ്ടമുള്ള എടുക്കാമല്ലോ അല്ലെ? അങ്ങനെ എടുക്കാവോ? പേരന്റിങ്ങിന് വേണമെന്നില്ലല്ലോ, ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാമല്ലോ നമുക്ക്. ഇഷ്ടമുള്ള ഞാൻ എത്ര വേണം ചെയ്തോളൂ, എത്ര എണ്ണം വേണം ചെയ്തു, എത്ര ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾ എക്സ്പേർട്ട് ആണ്. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലും അതിന്റെ ലാൻഡിംഗ് ഗ്രൂപ്പ് ഉണ്ട്, പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ഇടണം. നമുക്കൊരു ക്ലാസ് കൂടെ എടുക്കണം, ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊരു പോസ്റ്റർ മേക്കിങ്ങിന്റെ ഒരു ക്ലാസ് കൂടെ ഉണ്ട്. ക്യാൻവ ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കാം. നമ്മളെല്ലാവരും ഭയങ്കര ട്രെയിനേഴ്സും ഭയങ്കര പോസ്റ്റർ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെയാണ്. അതിനും കൂടെ ഒരു ക്ലാസ് നമുക്ക് വയ്ക്കാം. ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് അയാൾക്ക് വരുന്ന ആഴ്ച. അപ്പൊ ആ സമയം കൂടെ പവർ പോയിന്റ് പക്കയായി പഠിച്ചു വെച്ചു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഇടാം, ഡിസ്കസ് ചെയ്യാം, പറഞ്ഞു തരാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. See you. Thank you. Good night. താങ്ക് യു സർ. Thank you, sir. Bye. Thank you all.